മുഹൂർത്തം തീരാറായല്ലോ. എവിടെ ചെറുക്കനും കൂട്ടരും? ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുറുമുറുപ്പുയർന്നു. എന്താ കമ്മാര ഇത്? മുഹൂർത്തം തീരാൻ ഇനിയും 5 മിനിറ്റ് അല്ലേ ബാക്കിയുള്ളൂ? കല്യാണം കൂടാൻ വന്ന കാരണവന്മാർ ശബ്ദമുയർത്തി. പ്രതീക്ഷ നശിക്കാൻ തുടങ്ങിയ രാജി പേടിയോടെ അച്ഛനെ നോക്കി. അദ്ദേഹത്തിന്റെ കൈകൾ നെഞ്ചത്ത് അമരുന്നതും കണ്ണുകൾ തുറിച്ചു വരുന്നതും കണ്ട രാജി ഭയത്തോടെ കമ്മാരനരികിലേക്ക് ഓടി. അവൾ എത്തുമ്പോഴേക്കും കൂടി നിന്നവരിലേക്ക് കമ്മാരന്റെ ശരീരം ചാഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ പൊടി പറത്തിക്കൊണ്ട് കുതിച്ചെത്തിയ ജീപ്പ് ഗേറ്റിനരികിൽ ബ്രേക്ക് ഇട്ടു. കമ്മാരനിൽ നിന്നും എല്ലാവരുടെ കണ്ണും ഗേറ്റിലേക്ക് നീണ്ടു. ദാ അവരെത്തി. ഇവനെ എടുത്ത് അകത്ത് കിടത്തുവോ? മുഹൂർത്തം തെറ്റിക്കണ്ട, ഒരു കാരണവർ വിളിച്ചു പറഞ്ഞു. ചിലർ ചേർന്ന് കമ്മാരനെ മുറിക്കുള്ളിൽ കിടത്തി. ചടങ്ങ് പൂർത്തിയാക്കി. മണ്ഡപത്തിന് വലം വെക്കുന്ന വധുവരന്മാരെ നോക്കി രാജി കമ്മാരനെ കിടത്തിയ മുറിയിലേക്ക് ഓടി. ഞാൻ പറഞ്ഞില്ലേ രഘു വരുമെന്ന്. അപ്പൊ അച്ഛന് വലിയ വിശ്വാസക്കുറവ്. ഇപ്പോഴെങ്ങനെയുണ്ട്? കണ്ണു തുറന്ന് കിടക്കുകയായിരുന്ന കമ്മാരനെ നോക്കി രാജി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. രാജി കമ്മാരനെ ഒന്ന് കുലുക്കി നോക്കി. അടുത്ത നിമിഷം അവളിൽ നിന്നും ഒരലർച്ച വരുന്നു. ആളുകൾ മുറിയിലേക്ക് ഇരച്ചെത്തി. രഘു, അച്ഛനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകൂ. അച്ഛനൊന്നും മിണ്ടുന്നില്ല. രഘുവിനെ കണ്ടപ്പോൾ രാജിയുടെ കരച്ചിലിന് ശക്തി കൂടി. അപ്പോഴേക്കും രാജിക്ക് കൂട്ടായി അജിനയും എത്തി. നിങ്ങൾ ഇങ്ങനെ ഒച്ചയെടുക്കാതെ നമുക്ക് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാം, രഘു പറഞ്ഞു. അപ്പൊ തന്നെ എല്ലാവരും കൂടി കമ്മാരനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കമ്മാരന്റെ സംസാരശേഷിയും കൈകളുടെ സ്വാധീനവും വീണ്ടെടുക്കാനായില്ല. ഇനിയും ഇദ്ദേഹത്തെ ഇവിടെ കിടത്തിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വെറുതെ കാശ് ചെലവാക്കാമെന്ന് മാത്രം. അന്ന് പരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ രഘുവിനെ മാറ്റി നിർത്തി ഡോക്ടർ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലോ ഡോക്ടർ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇതിനപ്പുറം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫലം നിരാശയായിരിക്കുമെന്നുള്ളത് ഷുവറാണ്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ആവാം. ഇല്ലെങ്കിൽ നാളെ കാലത്തായാലും മതി. ഡോക്ടർ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ഇനി ഒരിക്കലും അച്ഛന് സംസാരശേഷി തിരിച്ചു കിട്ടില്ല എന്ന അറിവ് രാജിയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. സീറോ വോട്ട് ബൾബിന്റെ മങ്ങിയ പ്രകാശത്തിൽ കമ്മാരനെ നോക്കിക്കൊണ്ടിരുന്ന രാജിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. പാതിരാവ് കഴിഞ്ഞ ഏതോ സമയത്താണ് അവൾ കമ്മാരന്റെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് സ്വന്തം ബെഡിൽ കിടന്നത്. രാജിയുടെ കണ്ണുകൾ നിദ്രാദേവിയെ ആട്ടിയകറ്റി. പുലർച്ചയ്ക്ക് എപ്പോഴോ ഉണ്ടായ പാതി മയക്കത്തിൽ ഏതോ ദുസ്വപ്നം കണ്ട് അവൾ ഞെട്ടിയുണർന്നു. അപ്പോഴേക്കും നേരം പരപരാ വെളുത്തിരുന്നു. ദേഹം കുത്തി നുറുക്കുന്ന വേദനയും ഉറക്കച്ചടവും കൊണ്ട് വിരൂപമായിരുന്നു അവളുടെ മുഖം. അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കുളിച്ചാൽ കുറച്ചൊരു ഉന്മേഷം ലഭിക്കുമല്ലോ എന്ന് കരുതി മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് നടന്നു. 5 മിനിറ്റ് കൊണ്ട് കുളി പൂർത്തിയാക്കി. കഴിഞ്ഞോ? അഴുക്ക് ഡ്രസ്സുകൾ ബക്കറ്റിലിട്ട് പൈപ്പിൻ ചോട്ടിൽ വയ്ക്കുമ്പോഴാണ് പുറത്തുനിന്ന് രഘുവിന്റെ ശബ്ദം കേട്ടത്. കഴിഞ്ഞു, രഘു പോന്നോളൂ, രാജി വിളിച്ചു പറഞ്ഞു. എന്താ വെളുപ്പിനെ തന്നെ ഒരു കുളി? ബാത്റൂമിനടുത്തേക്ക് നീങ്ങി വന്ന് രഘു ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല, ചെറുപ്പം മുതലെയുള്ള ശീല. മരിക്കുവോളം ഇതെങ്കിലും അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് കരുതി. ഇതേതായാലും നല്ലൊരു ശീലമാ, മാറ്റണ്ട. വെള്ളം ഓഫാക്കി അഴുക്ക് ഡ്രസ് അടങ്ങിയ ബക്കറ്റ് മാറ്റി വെക്കുന്നതിനിടയിൽ രഘു പറഞ്ഞു. കമ്മാരേട്ടന് രാത്രി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? രഘു ചോദിച്ചു. ഇല്ല, നല്ല ഉറക്കമായിരുന്നു. രഘുവേട്ടാ! അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജിനയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടത്. എന്താ രാവിലെ തന്നെ ഒരു കൂവല്? രഘു വിളിച്ചു ചോദിച്ചു. അല്ല, ഞാൻ എഴുന്നേക്കാൻ നോക്കുമ്പോഴേക്കും ബെഡിൽ ആളില്ല. ഉച്ച വരെ കിടന്നുറങ്ങുന്ന ശീലം എനിക്കില്ലാന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? അവരുടെ സംസാരം ശ്രവിച്ച് ചുണ്ടത്ത് ചെറിയ ചിരിവുമായി പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയ രാജിയുടെ മുന്നിലേക്കായിരുന്നു അജിന വന്നെത്തിയത്. ഒരു നിമിഷം അജിനയുടെ മുഖത്ത് കരിവാളിപ്പ് പടരുന്നത് രാജി കണ്ടു. ഓ, കുളി രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ജ്വലിക്കുന്ന കണ്ണുകളോടെ അജിന രാജിയെയും രഘുവിനെയും മാറി മാറി നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നു. നിന്ന നിൽപ്പിൽ രാജി ഒന്ന് പെടഞ്ഞു. രാജിയെ നോക്കി രഘു ഒന്ന് ചിരിച്ചു. കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായവളല്ലേ നീ? അപ്പോ അവരിൽ നിന്ന് ഇത്രയെങ്കിലും നിനക്ക് കിട്ടണ്ടേ? രഘു കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ രാജി ദയനീയമായി അവനെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് നടന്നു.
രഘുവേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത് എന്നെ ഒരു മറയാക്കിക്കൊണ്ട് രണ്ടുപേർക്ക് സൂഹിക്കാനാണെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. കയ്യിൽ ഒരു കൊടുവാളിന്റെ കുറവോടെ അടുക്കളവാതിൽക്കിൽ നിന്ന് അജിന ഉറഞ്ഞു തുള്ളി. മോളെ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കല്യാണം മുടങ്ങിയെന്നറിഞ്ഞ നിമിഷം നിങ്ങൾ രഘുവേട്ടന്റെ അടുത്തേക്ക് ഓടി. വിവാഹത്തിന് സമ്മതിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു, ഇല്ലേ? രണ്ടുപേരും കൂടിയുള്ള ഒരു ഒത്തുകളി, അതിന് ബലിയാടാകാൻ എന്നെ കിട്ടില്ല. അജിനയുടെ വാക്കുകൾക്ക് ഘനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കൂനി പിടിച്ച് കണ്ണീർ വാക്കുകയായിരുന്ന രാജി മുഖമുയർത്തി. മോൾ ഇങ്ങനെയൊന്നും പറയരുത്. വേണമെങ്കിൽ രഘുവിനെ എനിക്ക് പണ്ടേ സ്വീകരിക്കാമായിരുന്നല്ലോ. അതെങ്ങനാ? നാടുവിട്ട ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുന്ന പാവം പിടിച്ചൊരു പെണ്ണ് എന്ന് ലോകര് തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ കയ്യിൽ, അത് നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. ഇതിനൊക്കെ കൂടി അനുഭവിക്കാതിരിക്കില്ല നിങ്ങള്. ഉറയിൽ തീർന്ന് ശാപവർഷവും ചൊരിഞ്ഞിട്ടാണ് അവൾ അടുക്കളയിൽ നിന്ന് പിന്മാറിയത്. തികട്ടി വന്ന സങ്കടം രാജി കരഞ്ഞു തന്നെ തീർത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അജിനയുടെ കുത്തുവാക്ക് കേൾക്കാത്ത ഒരൊറ്റ ദിവസം പോലും രാജിക്കുണ്ടായില്ല. രാത്രിയിൽ കിടക്കാൻ നേരം കമ്മാരന്റെ ബെഡിലിരുന്ന് എല്ലാ സങ്കടങ്ങളും അവൾ അദ്ദേഹവുമായി പങ്കുവെക്കും. ചില ദിവസങ്ങളിൽ അവൾ ചെല്ലുമ്പോൾ കമ്മാരൻ ഉറക്കം പിടിച്ചിരിക്കും. എങ്കിലും ഉറങ്ങിക്കിടക്കുന്ന അച്ഛനോട് അവൾ പദം പറഞ്ഞുകൊണ്ടിരിക്കും. ആഴ്ചകൾ വിടർന്നും കൊഴിഞ്ഞും ഇരുന്നു. അന്ന് സന്ധ്യയ്ക്ക് രാജി അടുക്കളയിൽ എന്തൊക്കെയോ പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് രഘു അവിടേക്ക് വന്നത്. രാജി, നല്ല വിശപ്പ്, ഊണ് തന്നാ കഴിച്ച് കിടക്കാമായിരുന്നു. രഘു, ഇരിക്ക്. അജിന് കുളിമുറിയിലാണ്, ഇപ്പൊ വരും. സന്ധ്യയ്ക്ക് ഒരു പൊട്ടിത്തെറി വേണ്ടല്ലോ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. എന്നാൽ പാത്രവും തവിയും എടുത്ത് ചോറ് വിളമ്പാനൊരുങ്ങുന്ന രഘുവിനെ കണ്ട് രാജിക്ക് ആകെ ധർമ്മസങ്കടമായി. ഇങ്ങതാ, ഞാൻ വിളമ്പിത്തരാം. രാജി രഘുവിന്റെ കയ്യിൽ നിന്ന് തവിയും പാത്രവും പിടിച്ചു വാങ്ങി. അങ്ങനെ വഴിക്കുവാ. മലയാളത്തിൽ പറഞ്ഞപ്പോ കേക്കാ മടി. ഓൺമേശയ്ക്ക് അരികിലിരുന്ന് രഘു പറഞ്ഞു. രാജി ചോറും കറികളും രഘുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചതേയുള്ളൂ. കുളി കഴിഞ്ഞ് അച്ഛനെ എത്തി. നിങ്ങളോട് ആരാ പറഞ്ഞത് രഘുവേട്ടന് ചോറ് വിളമ്പി കൊടുക്കാൻ? അതെന്താ, ഇവള് തന്നാൽ? ചോദ്യം രഘുവിൻ്റെതായിരുന്നു. അതെനിക്കിഷ്ടല്ല, അത്ര തന്നെ, അജിന ക്ഷോഭത്തോടെ പറഞ്ഞു. രഘു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ വിളമ്പിയതാ. അജിനയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാനിതിങ്ങ് എടുത്തേക്കാം. ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി രാജി ചോറ്റുപാത്രത്തിനായി കൈ നീട്ടി. ഉടനെ ആ കൈയിൽ രഘു പിടുത്തമിട്ടു. വേണ്ട, പാചകം ചെയ്ത കൈകൾ കൊണ്ട് തന്നെ വിളമ്പണം. അതിനെ രുചി കാണൂ. ആ രുചിക്ക് വേണ്ടി തന്നെയാണല്ലോ ഞാൻ കുളിക്കാൻ കയറിയപ്പോ തന്നെ വിശന്നത്. അജിന പൊട്ടിത്തെറിച്ചു. അത് കറക്റ്റ്. മീൻചാറ് ചോറിലൊഴിക്കുന്നതിനിടയിൽ രഘു പറഞ്ഞു. എങ്കിൽ ആ ചോറ് നിങ്ങളെ കൊണ്ട് ഞാൻ തീറ്റിക്കില്ല. രഘുവിന്റെ മുന്നിൽ നിന്ന് ചോറ്റുപാത്രം വലിച്ചെടുത്തു അജിന. ചോറ് ഇവിടെ വെക്ക്. അജിനെ, നിന്നോട് ഞാൻ നല്ല ഭാഷയിലാ പറയുന്നത്. പക്ഷേ അത് കേൾക്കാൻ അജിന് നിന്നില്ല. അവൾ ആ ചോറടങ്ങിയ പാത്രം വാഷ് ബേസിനകത്തേക്ക് കമഴ്ത്തി. സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട രഘു അജിനയെ തലങ്ങും വിലങ്ങും തല്ലി. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച രാജിയെ അവൻ തള്ളി മാറ്റി. നീയൊക്കെ കൂടി തന്നെയാ ഇവളെ ഇത്ര വളരാൻ അനുവദിച്ചത്. ഇനിയും വളരാൻ അനുവദിച്ചാ ഇവൾ ഭൂമി തന്നെ കീഴ്മേൽ മറിക്കും. അടികൊണ്ട് നിലത്തേക്കിരുന്ന അജിനയെ ചൂണ്ടി രഘു പറഞ്ഞു. അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. എന്നെ കൊന്നിട്ടില്ലാതെ ഇവളോടൊപ്പം ശയിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിന് നിന്നെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളൊന്ന് മൂളിയാ മതി. ഈ നിമിഷം നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവളോടൊപ്പം ഞാൻ ശയിക്കും. രണ്ടുപേരുടെയും വാക്കുകൾ അതിർവരമ്പ് കടക്കുന്നത് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജി കമ്മാരനടുത്തേക്ക് ഓടി. അച്ഛനിതൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ കണ്ണേ കരളെ എന്ന് പറഞ്ഞു വളർത്തിക്കൊണ്ടുവന്ന എന്റെ കുഞ്ഞനുജത്തിക്ക് ഇന്നെന്നെ കാണുന്നത് തന്നെ ചതുർത്ഥി കാണുന്നത് പോലെയാ. പാവൻ രഘു, അവനെ ഞാൻ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവരികയായിരുന്നില്ലേ? അന്ന് പറഞ്ഞതുപോലെ മരിച്ചു ജീവിക്കുകയാണ് അവനിവിടെ, ഞാൻ നിമിത്തം. അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നത് തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു കമ്മാരൻ. കണ്ടപ്പോൾ രാജിക്ക് വേദനയിൽ പൊതിഞ്ഞൊരു ദേഷ്യമാണ് ഉണ്ടായത്. എന്ത് പറഞ്ഞാലും ഈ തുറിച്ചുനോട്ടമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട് അച്ഛനടുത്ത് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട്? എനിക്ക് ആരുമില്ല എന്നറിയാം. എന്നും ഞാൻ ഒറ്റയാ. ആരുമില്ല എനിക്ക്, ആരും. വിതുമ്പിക്കൊണ്ടവൾ ബെഡിലേക്ക് വീഴാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് നിറഞ്ഞു കവിയാൻ തുടങ്ങുന്ന തടാകമായി മാറിയിരുന്ന അച്ഛന്റെ കണ്ണുകൾ അവൾ കണ്ടത്. അപ്പോ അച്ഛന് ചെവി കേൾക്കാം അല്ലേ?
ഞാൻ കരുതി എല്ലാം നഷ്ടപ്പെട്ട കൂട്ടത്തിൽ അതും ഉൾപ്പെട്ടു എന്ന്. എനിക്ക് സന്തോഷായി. എന്റെ സങ്കടങ്ങളൊക്കെ അറിയാൻ അച്ഛനുണ്ടല്ലോ. അതിന് തെളിവല്ലേ ഈ കണ്ണുനീര്. ഇത്ര വരെ കരുതിയത് ഞാൻ പറയുന്നതൊന്നും അച്ഛൻ കേൾക്കുന്നില്ലെന്നാണ്. അപ്പോ അജിന് എന്നെ ചെയ്യുന്നതൊക്കെ അച്ഛൻ അറിയുന്നുണ്ട്. ഇനി അച്ഛൻ തന്നെ പറ, ഞാൻ എന്തിനാ ജീവിക്കണേന്ന്. അവൾ കമ്മാരന്റെ നെഞ്ചിലേക്ക് മുഖം അണച്ചു കിടന്നു. പൊടുന്നനെയാണ് കമ്മാരനിൽ നിന്നും ഒരു അപശബ്ദം ഉയർന്നത്. ചുണ്ടുകൾ വിജൃംഭിച്ച് ഒരു കുമിള വന്ന് പൊട്ടും പോലെയായിരുന്നു ആ ശബ്ദം. ഒരു നിമിഷം രാജി അത്ഭുത പരതന്ത്രയായി. അച്ഛാ, അച്ഛാ! രാജി കമ്മാരനെ ആകമാനം പിടിച്ചു കുലുക്കി. ആ സമയം തന്റെ പുറം ആരോ തഴുകുന്നത് പോലൊരു തോന്നൽ രാജിക്കുണ്ടായി. ഞെട്ടിത്തിരിഞ്ഞ രാജി കണ്ടത് നിർബാധം തന്റെ പുറം തഴുകുന്ന കമ്മാരന്റെ കൈകളെയാണ്. രഘു, അച്ഛന്റെ കൈകൾ പൊങ്ങി, അച്ഛൻ സംസാരിക്കാൻ തുടങ്ങുന്നു. സന്തോഷം തലക്കി പിടിച്ച രാജി ആർത്തു വിളിച്ചു. രഘുവും അജിനയും ഓടിയെത്തിയപ്പോഴേക്കും രാജി കമ്മാരനെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുന്നു. രഘു ഞാന്നു കിടക്കുകയായിരുന്ന കമ്മാരന്റെ വലതു കൈ എടുത്ത് പൊക്കി. സാവധാനം പിടിവിട്ടപ്പോൾ വലിച്ചിട്ടതുപോലെ കൈ പഴയ സ്ഥിതി പ്രാപിച്ചു. എവിടെ? രാജിയല്ലേ പറഞ്ഞത് കൈകൾ പൊങ്ങി സംസാരിച്ചു എന്നൊക്കെ? ഞാൻ നുണ പറഞ്ഞതല്ല രഘു. ഈ കൈ കൊണ്ടാ കുറച്ചു മുമ്പ് അച്ഛൻ എന്നെ തഴുകിയത്. അപ്പോ സംസാരിച്ചു എന്ന് പറഞ്ഞതോ? രഘുവിന്റെ പിറകിൽ നിൽക്കുകയായിരുന്ന അച്ഛനെ ചോദിച്ചു. അത് ശരിക്കും സംസാരിച്ചില്ല, ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എന്ന് മാത്രം. ഡോക്ടർമാർ എഴുതി തള്ളിയ അച്ഛൻ തഴുകി സംസാരിച്ചു. വേറെ എന്തൊക്കെയാ ഇവിടെ നടന്നത്? രഘുവേട്ടന് അടുത്ത് കിട്ടാനുള്ള നിങ്ങളുടെ അടവല്ലേ ഇതൊക്കെ? മോളെ! രാജി കമ്മാരന്റെ ചുമലിലേക്ക് മുഖമടച്ച് വിങ്ങി. പൊടുന്നനെ കമ്മാരനിൽ കണ്ട മാറ്റത്തിൽ രഘുവും അജിനയും ഒരുപോലെ അന്തം വിട്ടു. ഉള്ള ശക്തി മുഴുവൻ ശേഷി നഷ്ടപ്പെട്ട കൈകളിലേക്ക് ആവാഹിച്ചെടുക്കും പോലെ അദ്ദേഹത്തിന്റെ കൈ നിവരുകയും മടങ്ങുകയും ചെയ്യുന്നു. കടുത്ത ദേഷ്യം കൊണ്ടെന്ന പോലെ മുഖം വലിഞ്ഞു മുറുകി. ഒരു നിമിഷത്തിന്റെ അർദ്ധഭാഗത്തിൽ അത് സംഭവിച്ചു. പുതിയൊരു അവതാര രൂപം കൈക്കൊണ്ട കമ്മാരന്റെ വലതു കൈപ്പത്തി അജിനയുടെ കവിളിലേക്ക് ആഞ്ഞു പതിച്ചു. അടിയുടെ ശക്തിയിൽ വേച്ചുപോയ അജിന രാജിയുടെ കാൽക്കലേക്ക് കൂപ്പുകുത്തി. അവരുടെ എല്ലാം അവിശ്വസനീയതയെ തകിടം മറിച്ച് അടുത്ത നിമിഷം കമ്മാരന്റെ അവതാര രൂപം എങ്ങോ അപ്രത്യക്ഷമായി. ശേഷം ശേഷിയില്ലാത്ത കമ്മാരൻ അവശതയോടെ അവിടെ നിന്ന് വിയർക്കുന്നതാണ് അവർ കണ്ടത്. വീഴാൻ തുടങ്ങിയ കമ്മാരനെയും കൊണ്ട് രാജി നിലത്തേക്കിരുന്നു. കമ്മാരേട്ടാ! അദ്ദേഹത്തിന്റെ അരികിൽ കുന്തിച്ചിരുന്ന് രഘു വിളിച്ചു. പൊടുന്നരെ കമ്മാരന്റെ കൈകാലുകളൊന്ന് പിടഞ്ഞു. രാജിയിൽ തറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ തല രാജിയുടെ മടിയിൽ നിന്നും ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിശ്ചലമായി. അച്ഛാ! രാജിയുടെ ആർത്തനാദം അവിടെ എങ്ങും മുഴങ്ങി. 10 സെന്റ് ഭൂമിയിലെ ഒരു മൂലയിൽ അച്ഛന്റെ ചിത ആളിക്കത്തുന്നത് ജനലിൽ കൂടി രാജി കാണുന്നുണ്ടായിരുന്നു. തന്റെ ആകെയുള്ള ആശ്രയമാണ് അവിടെ എരിഞ്ഞടങ്ങുന്നത്. എല്ലാ വേദനകളും തനിക്ക് മാത്രമായി തന്നിട്ട് വേദനകളില്ലാത്ത ലോകത്തിലേക്ക് അച്ഛൻ യാത്രയായി. ദിവസങ്ങൾ മുറിഞ്ഞു വീണു. ഇതിനിടയിൽ രഘുവിന് സ്കൂളിൽ പ്യൂണായി ജോലി കിട്ടി. അത് രാജിക്ക് ഏറെ ആശ്വാസമായി. വൈകുന്നേരം വരെ അജിനയുടെ കുത്തുവാക്കിൽ നിന്ന് ഒഴിവാകാമല്ലോ. രഘുവിന്റെ നിഴൽ തന്റെ അരികിലെങ്ങാനും പതിഞ്ഞാലല്ലേ അവൾക്ക് പ്രഷർ കൂടൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗേറ്റിൽ വന്നു നിന്ന് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് ഉച്ചമയക്കത്തിലായിരുന്ന അജിന സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. പിന്നാമ്പുറത്ത് പാത്രങ്ങൾ കഴുകുകയായിരുന്ന രാജിയും അവിടെ എത്തി. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട് അജിനയുടെയും രാജിയുടെയും കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഡ്രൈവർ സീറ്റിൽ നിന്നും പ്രിൻസ് ആയിരുന്നു ആദ്യം ഇറങ്ങിയത്. പുറകു സീറ്റിൽ നിന്നും ബിന്ദുവും അവളുടെ കയ്യിൽ തൂങ്ങി 3.5 വയസ്സുള്ള മകനും ഇറങ്ങി. പടി കയറിയ ഉടനെ ബിന്ദു സമ്മിശ്ര വികാരങ്ങളോടെ രാജിയുടെ ചുമലിലേക്ക് ചാഞ്ഞു. അത് കണ്ട അജിനയുടെ മുഖം വാടി. അച്ഛൻ പോയ വിവരം ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ പുറപ്പെട്ടു, പ്രിൻസ് പറഞ്ഞു. അച്ഛൻ പോയെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിച്ചു. നാട് വിടുന്നതിന് മുമ്പ് അതെങ്ങോട്ടാണെന്ന് നിനക്ക് എന്നോട് പറയാമായിരുന്നു. അന്ന് സാധിച്ചില്ലെങ്കിൽ പിന്നീട് എഴുതിയെങ്കിലും അറിയിക്കാമായിരുന്നു. രാജി കുറ്റപ്പെടുത്തി. അച്ഛന് രാജിയിൽ സംശയം തോന്നണ്ടല്ലോ എന്ന് കരുതിയാണ് എഴുതാതിരുന്നത്, പ്രിൻസ് പറഞ്ഞു. ആ, നിങ്ങൾ ഇരിക്ക്, ഞാനിപ്പോ ചായ എടുക്കാം. വാ മോനെ പ്രിൻസുട്ടാ. വലിയമ്മ മോന് ബിസ്ക്കറ്റ് തരാം. ബിന്ദുവിന്റെ കൈകളിൽ തൂങ്ങി നിൽക്കുകയായിരുന്ന മോനെ വാരിയെടുത്ത് അടുക്കളയിലേക്ക് കടന്നു.
ഓ, നീ ഉണ്ടായിരുന്ന ഇവിടെ? എന്താടി മുഖം വീർത്തിരിക്കുന്നത്? വാതിൽക്കൽ നിൽക്കുകയായിരുന്ന അജിനെ ബിന്ദു അപ്പോഴാണ് കണ്ടത്. അപ്പോ നിന്റെ കല്യാണവും കഴിഞ്ഞോ? ബിന്ദുവിന്റെ കണ്ണുകൾ അജിനയുടെ താലിമാലയിലുടക്കി. എന്നിട്ട് എവിടെ എന്റെ ചെക്കൻ? ഒക്കെ പറയാം. ചായ കൂടി കഴിഞ്ഞ് മുറിയിലേക്ക് വരൂ. സംസാരം രണ്ടു വാക്കിൽ ഒതുക്കി അജിന തിരികെ നടന്നു. ബെഡിന്മേൽ ചമ്രം പടിഞ്ഞിരുന്ന് കൊണ്ടുപിടിച്ച സംസാരത്തിലാണ് അജിനയും ബിന്ദുവും. അതിശയമായിരിക്കുന്നല്ലോ, ചേച്ചിയെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന രഘുവേട്ടൻ എങ്ങനെയാ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? ചേച്ചി സമ്മതിപ്പിച്ചതാണ്. എന്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ തോന്നുന്നു അന്ന് തന്നെ വല്ല വിഷവും വാങ്ങിത്തന്ന് ചത്താ മതിയായിരുന്നെന്ന്. അതെന്താ, രഘുവേട്ടന് നിന്നോട് വല്ല ഇഷ്ടക്കുറവുമുണ്ടോ? ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ചേച്ചി ഈ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് മനസമാധാനത്തോടെ കഴിയാനാവില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് മാത്രം രഘുവേട്ടന്റെ മനസ്സിൽ നിന്നും ചേച്ചിയുടെ ഓർമ്മ മായണമെന്നില്ല. അജിനയുടെ കഥയ്ക്ക് കാതു കൊടുത്തിരിക്കുകയായിരുന്ന ബിന്ദുവിന്റെ മനസ്സിൽ പൊടുന്നനെ ഒരു ദുശ്ചിന്ത മുളപൊട്ടി. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന്റെ ആദ്യ നാളുകളിലെല്ലാം പ്രിൻസ് ചേച്ചിയെ പറ്റി വാതോരാതെ പറയുമായിരുന്നു. ചേച്ചിയെ ചേട്ടൻ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞത് മുതലായിരുന്നു തുടക്കം. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ സ്വീകരിക്കുമായിരുന്നില്ല. അത്രമേൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രിൻസ് അന്ന് പറഞ്ഞ വാക്കുകൾ ബിന്ദു ഓർത്തു. രാജയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് ദുഃഖിച്ചു എന്നൊക്കെ. ആദ്യമൊക്കെ അത് അത്ര വകവെച്ചില്ലെങ്കിലും പിന്നീട് അതിൽ തനിക്ക് തന്നെ അതൃപ്തി തോന്നി തുടങ്ങി. ഇനി ചേച്ചിയുടെ കാര്യം മിണ്ടിപ്പോകരുതെന്ന താക്കീതും ഒരിക്കൽ കൊടുത്തു. അതൊക്കെ മറന്നുകൊണ്ടാണ് ഞാൻ തന്നെ പ്രിൻസിനെ ഇങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിച്ചത്. ഇനിയിപ്പോ അവന്റെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ? ഉടനെ ബിന്ദു അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ഓടി. അപ്പോഴാണ് ഭക്ഷണമുറിയിൽ നിന്നും രാജിയുടെയും പ്രിൻസിന്റെയും പൊട്ടിച്ചിരി അവളുടെ കാതിൽ അലച്ചത്. അവിടേക്ക് നടന്ന ബിന്ദു മുറിയുടെ വാതിൽക്കൽ കാലുകൾ ഉറപ്പിച്ച് നിർത്തി. തീരുമേശയ്ക്ക് മുന്നിലെ കസാരമേൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലിരുന്ന് എന്തോ ഫലിതം പറഞ്ഞ് ചിരിക്കുകയാണ് രണ്ടുപേരും. അവളുടെ ആ സ്വാതന്ത്ര്യം ബിന്ദുവിന് അത്ര ദഹിച്ചില്ല. അവൾ മുറിയിലേക്ക് കടന്നു. പ്രിൻസിന് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കാണണ്ടേ? എങ്ങനെയും പ്രിൻസിനെ ചേച്ചിയുമായി അടുപ്പിക്കാതെ നോക്കണമെന്ന് ബിന്ദുവിന്റെ മനസ്സ് പറഞ്ഞു. കണ്ടേക്കാം, പ്രിൻസ് പറഞ്ഞു. രാജി വരൂ, ഒന്ന് കറങ്ങിയിട്ട് വരാം. പ്രിൻസ് രാജിയെ വിളിക്കുന്നത് കണ്ടപ്പോൾ ബിന്ദുവിന്റെ മുഖം ഇരുണ്ടു. ഞാനില്ല പ്രിൻസ്, നിങ്ങൾ രണ്ടും പോയാ മതി. എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. എങ്കിൽ എനിക്കും ഇപ്പൊ കാണണ്ട. പ്രിൻസ് അവിടെ തന്നെ ഇരുന്നു. അതോടെ അജിനയുടെ അവസ്ഥ തനിക്കും വരാൻ പോകുന്നു എന്നൊരു സൂചനയിൽ ബിന്ദു ഒന്ന് പിടഞ്ഞു. ഏതായാലും രഘു വരുന്നത് വരെ അവൾ പ്രിൻസിനടുത്ത് നിന്ന് മാറിയതേയില്ല. അല്ല, ആരിത്? നിങ്ങൾ എപ്പോ വന്നു? ഡ്രസ്സ് പോലും മാറാതെ ബിന്ദുവിന്റെയും പ്രിൻസിന്റെയും അരികെ രഘു ഇരുന്നു. പ്രിൻസ് അല്ലേ? രാജി പറഞ്ഞറിയാം. വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വരവ്? രഘു വിശേഷങ്ങൾ ചോദിച്ചു. ഒരു സുഹൃത്ത് വഴിയാണ് അറിഞ്ഞത്. വൈകിയാണ് അറിഞ്ഞത്. അപ്പോ തന്നെ പുറപ്പെട്ടു, പ്രിൻസ് പറഞ്ഞു. ഇനി തിരിച്ചു പോകാനൊന്നും പ്ലാൻ ഇല്ലല്ലോ അല്ലേ? പോകാമെന്ന് ഞാൻ പറഞ്ഞതാ, ഇവള് സമ്മതിച്ചില്ല. മാത്രമല്ല അവിടെ ചെറിയൊരു കൂരയുള്ളത് വിൽപ്പിക്കുകയും ചെയ്തു. സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, രഘു പറഞ്ഞു. അവന്റെ ശബ്ദം കേട്ട് അജിന അങ്ങോട്ട് വന്നു. ആ, പ്രിൻസ് എന്റെ ഭാര്യയെ പരിചയപ്പെട്ടോ? മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ പരിചയം കൂടാൻ? പ്രിൻസ് അജിനയെ നോക്കി ചിരിച്ചു. ഇവളുടേതൊരു പ്രത്യേക ടൈപ്പാ. നന്നാക്കാൻ പറ്റുമോന്ന് ഞാൻ പരമാവധി നോക്കി. എവിടെ? എനിക്കെന്നല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരുടെ വലിയച്ഛൻ വിചാരിച്ച പോലും ഇവളെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. പോ രഘുവേട്ടാ. അജിന ചിണുങ്ങിക്കൊണ്ട് രഘുവിന്റെ പിടിയിലേക്ക് ഒരു നുള്ളു കൊടുത്തു. ദിവസങ്ങൾ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെ പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ രാജി ഒരു സത്യം മനസ്സിലാക്കി. അജിനെ പോലെ തന്നെ ബിന്ദുവും മാറിയിരിക്കുന്നു. പ്രിൻസൂട്ടനെ പോലും തന്നിൽ നിന്ന് അകറ്റുകയാണ് അവൾ. അപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള കുത്തുവാക്കുകളിൽ നിന്ന് രക്ഷ നേടാൻ പച്ചക്കറി കൃഷി വിപുലമാക്കി. രാജിയോടുള്ള അജിനയുടെയും ബിന്ദുവിന്റെയും പോര് പ്രിൻസും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. രാജിക്കാണെങ്കിൽ അവിടുത്തെ നരകതുല്യമായ ജീവിതം മടുത്തിരുന്നു. കൃഷ്ണരാജ് വരുമെന്നുള്ള പ്രത്യാശയിലാണ് ഇതുവരെ ജീവിച്ചത്. കുറച്ചു ദിവസമായി ആ ആശയം അസ്തമിച്ചു തുടങ്ങിയിരുന്നു. അന്നൊരു ബുധനാഴ്ച ദിവസം രഘു സ്കൂളിൽ നിന്ന് വരുമ്പോൾ അജിനയും ബിന്ദുവും പ്രിൻസും കൂടി ഉമ്മറത്ത് സൊറ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പ്രിൻസ് ഇന്ന് ഓട്ടം പോകാൻ തുടങ്ങണമെന്ന് പറഞ്ഞ് പോയില്ലേ?
വന്നപാടെ രഘു ചോദിച്ചു. ഇല്ല, ഇന്ന് ടൗണിൽ പോയി പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ടു. നാളെ മുതൽ തുടങ്ങുക. നിങ്ങളോടൊപ്പം തന്നെയല്ലേ രാജിയും പണ്ടുണ്ടായിരുന്നത്? ഉം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇവിടെ എത്തിയതും. ചിരിയോടെ പ്രിൻസ് അത് പറഞ്ഞപ്പോൾ ബിന്ദുവിന്റെ ശിരസ് താണു. രാജി ഇല്ലേ ഇവിടെ? രാജി! രഘു നീട്ടി വിളിച്ചു. എന്തിനാ ചേച്ചി എപ്പോ ഇങ്ങോട്ട് വിളിക്കുന്നത്? അജിനയ്ക്ക് കെറിവ് വന്നു. അതെന്താ അവൾ ഇങ്ങോട്ട് വന്ന? രഘു ചോദിച്ചു. വേണ്ട, ചേച്ചിക്ക് അവിടെ പണിയുണ്ട്, കട്ടിയിൽ അജിന പറഞ്ഞു. ചേച്ചിക്ക് അവിടെ പണിയുണ്ട് പോലും. അവളെന്താ ഇവിടുത്തെ വേലക്കാരിയാ? ദേഷ്യത്തോടെ രഘു ചോദിച്ചു. പിന്നെ ചേച്ചിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരമാണുള്ളത്? അവകാശം കിട്ടേണ്ടതിന്റെ 3 ഇരട്ടിയും മുമ്പ് കിട്ടിയില്ലേ? ഇനി എനിക്കും ബിന്ദു ചേച്ചിക്കും കൂടി ഈ വീടും 10 സെന്റും മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനൊന്നും ഞങ്ങൾ ചേച്ചിയോട് പറയുന്നില്ലല്ലോ. നിങ്ങൾ അത് പറയാത്തതിലാ എനിക്ക് അതിശയം. പക്ഷേ നിങ്ങൾ ഒന്നും ഓർക്കുന്നില്ല. ഈ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് അവളാണെന്നുള്ള കാര്യം. ഓ, ഞാൻ മടുത്ത്. എപ്പോ നോക്കിയാലും ഈ രഘുവേട്ടന് ചേച്ചിയുടെ ഭാഗം കൂടി സംസാരിക്കാനേ പറ്റൂ. അജിന നെറ്റിമേൽ കൈതാങ്ങി അതൃപ്തി പ്രകടിപ്പിച്ചു. അജിന പറയുന്നതിലും കാര്യമില്ലാതെയല്ല രഘുവേട്ട. നമ്മൾ കുടുംബത്തോടെ താമസിക്കുന്ന ഈ വീട്ടിൽ ചേച്ചിയും കൂടെ ആയാൽ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. ചേട്ടനുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതുവരെ സംസാരിക്കാതിരുന്ന ബിന്ദു തുറന്നു. ആ സമയം അടുക്കളയിൽ നിന്ന് വരുന്ന തേങ്ങൽ അവരാരും കേട്ടില്ല. പച്ചക്കറി തോട്ടം നനച്ചിട്ട് വന്ന് അടുക്കളയിൽ കയറിയതായിരുന്നു രാജി. പ്രതീക്ഷിക്കാതെയുള്ള സംസാരം കേട്ട് അവൾ അറിയാതെ തേങ്ങൽ ഉയർന്നതായിരുന്നു. പിന്നീട് പുറത്തെ സംസാരമൊന്നും കേൾക്കാതെ ഇരിക്കാൻ അവൾ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു. അതിനിടയിൽ രഘുവിന്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടു. എന്തിനായിരിക്കും അവൻ വിളിക്കുന്നത്? കണ്ണും മുഖവും കഴുകി ഉമ്മറത്തേക്ക് നടക്കുന്നതിനിടയിൽ രാജി ചിന്തിച്ചു. ഇത് നിനക്കുള്ളതാണ്. രഘു ബാഗിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്ത് രാജിക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങിച്ചില്ല. പകരം ആ പൊതിയിൽ സൂക്ഷിച്ചു നോക്കി. കൃഷ്ണരാജ് നിന്റെ കഴുത്തിൽ അണിയിച്ച താലിമാലയുടെ? നീട്ടിയ കൈ പിൻവലിച്ച് രഘു ചോദിച്ചു. അത് രാജി കഴുത്തിൽ കിടക്കുന്ന ചരടിൽ വെറുതെ തെരിപ്പിടിച്ചു നിന്നു. എനിക്കറിയാം. അജിനയ്ക്ക് വേണ്ടിയല്ലേ നീ ആ മാല വിറ്റത്? രഘു ചോദിച്ചു. രാജി ഒന്നും മിണ്ടിയില്ല. അതിന് പകരമാണിത്. ചരടഴിച്ചു കളഞ്ഞിട്ട് ആ താലി ഊരി ഈ മാലയിൽ കോക്ക്. രഘു വീണ്ടും ആ പൊതി രാജിക്ക് നേരെ നീട്ടി. വേണ്ട രഘു, ഞാൻ ചിലവാക്കിയെങ്കിൽ അതെന്റെ അനുജത്തിക്ക് വേണ്ടിയല്ലേ. രാജിയോടാ പറഞ്ഞത് പിടിക്കാൻ. രഘുവിന്റെ ഒച്ചയുയർന്നു. അറിയാതെ രാജിയുടെ കൈ ആ പൊതിക്ക് നേരെ നീണ്ടു. അത് കണ്ടപ്പോൾ അജിന ദേഷ്യം കടിച്ചു പിടിച്ചു. ഇനി ഇവൾക്ക് വേണ്ടി നീ നഷ്ടപ്പെടുത്തിയ നിന്റെ ഓട്ടോ ഇന്ന് കിട്ടിയ ശമ്പളം കൂടി കൂട്ടിയപ്പോ അത് വാങ്ങിക്കാനുള്ള കാശ് റെഡിയായി. ഓട്ടോറിക്ഷയുടെ പേര് പറഞ്ഞപ്പോൾ രാജിയുടെ ഉള്ളു തിളർത്തു. സ്വന്തമായി കാശുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ഭാരമാകാതെ എങ്ങോട്ടേക്കെങ്കിലും മാറി താമസിക്കാമായിരുന്നു. വേണ്ട, ഞാൻ ഇതിന് സമ്മതിക്കില്ല. രഘുവേട്ടന്റെ സമ്പാദ്യം മുഴുവൻ ചേച്ചിക്ക് മാത്രം അവകാശപ്പെട്ടതാണെങ്കിൽ പറഞ്ഞോ, ഞാൻ മാറി തന്നേക്കാം. അതല്ല കടത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ വേണ്ട, ഞാനൊരു 5 പൈസ ഇവർക്ക് കൊടുക്കാനില്ല. അജിന ക്ഷോഭം കൊണ്ടു. കൊടുക്കാനില്ലേ? അതൊന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ. ചിറ്റാരിപ്പുഴ സ്കൂളിൽ ജോലിക്ക് വേണ്ടി നീ കെട്ടിവെച്ച 50,000 രൂപ ഇവളുടെ പണ്ടങ്ങളും ഓട്ടോറിക്ഷയും വിറ്റ കാശല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എല്ലാം വിറ്റ് കാശ് ഇവളെ ഏൽപ്പിച്ചത് ഞാനാ. എന്നോട് വേണ്ട നിന്റെ കളവൊന്നും. രഘു പറഞ്ഞു. ഞങ്ങളും കൂടി അനുഭവിക്കേണ്ട പറമ്പ് വിറ്റ 3 ലക്ഷത്തിൽ നിന്നും ഒരു 50,000 എനിക്ക് തന്നതായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. കണക്ക് പറഞ്ഞ ഇനിയും ഒരു 50,000 ഇങ്ങോട്ട് വരാനുണ്ട്. ദേഷ്യം കുറയ്ക്കാതെ അജിന പറഞ്ഞു. എനിക്കിനി ഓട്ടോ ഓടിക്കാനൊന്നും സാധിക്കില്ല രഘു. സന്തോഷം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോയത് രാജി അറിഞ്ഞു. എന്തേ, പ്രായം കൂടിപ്പോയോ? ദേഷ്യത്തോടെ രഘു ചോദിച്ചു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ഒടുവിലാണ് രാജി ചുണ്ടൊന്നനക്കിയത്. ആരോരുമില്ലാത്തവർക്ക് തുണ വീടിന്റെ 4 ചുവരുകളാ. അതിനപ്പുറം ഒന്നും ആശിക്കാതിരിക്കുന്നതാ നല്ലത്. ഇത് ഞാൻ പഠിച്ച പാഠം. പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പാഠം. അന്ന് ഇതൊക്കെ അച്ഛന്റെ ഓരോ ഭ്രാന്തൻ വാക്കുകളാണെന്ന് കരുതി ചിരിച്ചു തള്ളുകയായിരുന്നു. ഇന്ന് അനുഭവത്തിലൂടെ ഞാൻ അറിയുന്നു എന്റെ അച്ഛന്റെ വാക്കുകൾ ഭ്രാന്തൻ വാക്കുകളല്ലെന്ന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജി അടുക്കളയിലേക്ക് ഓടി. അവളുടെ ചോര മുഴുവൻ ഊറ്റിക്കൊടിച്ച് കൊന്നാലേ നിങ്ങൾക്ക് തൃപ്തിയാകുന്നുള്ളൂ എങ്കിൽ
അത് എത്രയും പെട്ടെന്ന് ആയിക്കൂടെ? എന്തിനാ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നത്? കോപാകുലനായ രഘു എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി നടന്നു. മുഖത്തോട് മുഖം നോക്കിയ അജിനയുടെയും ബിന്ദുവിന്റെയും ചുണ്ടിൽ അവജ്ഞ നിറഞ്ഞൊരു ചിരിയുണ്ടായി. അമർഷം മുഴുവൻ ഒരു തുറിച്ചു നോട്ടത്തിൽ ഒതുക്കി രഘുവിന്റെ പുറകെ പ്രിൻസ് നടന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരുകയില്ലായിരുന്നു, രഘുവിനോടൊപ്പം എത്തിയ പ്രിൻസ് പറഞ്ഞു. മനുഷ്യന്മാരിലും മൃഗജാതി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. പ്രിൻസിനറിയോ അജിന എങ്ങനാ എന്റെ ഭാര്യയായതെന്ന്? വേറൊരുത്തനുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചതാണ്. ഒടുവിൽ കല്യാണത്തിന്റെ തലേ ദിവസം സന്ധ്യക്കാണ് ചെറുക്കന്റെ അച്ഛൻ വന്ന് പറയുന്നത് ഇത് നടക്കില്ലാന്ന്. വെറുതെ അല്ല, കയ്യിൽ ചില തെളിവുകൾ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ മുൻപിൽ വെച്ച് കമാരേട്ടന്റെ നേർക്ക് തെളിവുകൾ വലിച്ചെറിഞ്ഞ് രണ്ട് പറയണമെന്ന് കരുതിയിറങ്ങിയ അയാൾ വന്നു പെട്ടത് രാജിയുടെ മുന്നിലായിരുന്നു. അവൾ കരഞ്ഞും കാലു പിടിച്ചും വഴിയിൽ വെച്ച് തന്നെ അവരെ മടക്കി അയച്ചിട്ട് എന്റെ അടുത്തേക്ക് പോരുകയായിരുന്നു, അജിനയുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അതുവരെ ഊണിലും ഉറക്കത്തിലെ രാജി മാത്രമായിരുന്നു എന്റെ മനസ്സ് നിറയെ. നിശ്ചയിച്ച മുഹൂർത്തത്തിന് താലികെട്ട് നടന്നില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോ അതിനപ്പുറം എതിർത്തു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അജിന നിമിത്തം അന്ന് നാമാവശേഷമാകേണ്ട ആ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത് രാജിക്ക് കുടുംബത്തോടുള്ള അദമ്യ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നിട്ടിപ്പോ അവർക്ക് പാവം രാജിയെ വേണ്ട. ഭാരം താങ്ങാനാവാത്ത മനസ്സോടെ രഘു അവിടെ കണ്ട പുളിമരത്തിലേക്ക് തലചായ്ച്ച് ഏതോ സ്വപ്നലോകത്തേക്ക് ഊളിയിട്ടു. നീ അജിനയെ കെട്ടിയ കഥ പറഞ്ഞു. ഇനി ഞാൻ ബിന്ദുവിനെ കെട്ടാനുണ്ടായ കഥ നിനക്കറിയണ്ടേ? പ്രിൻസ് പറഞ്ഞു. രഘു കരുതുന്നുണ്ടാവും ബേബിക്കുട്ടൻ എന്റെ മോനാണെന്ന്, അല്ലേ? ബേബിക്കുട്ടൻ നിന്റെ മോനല്ല? രഘു അത്ഭുതം കോറി. അല്ല, അവന്റെ കാര്യത്തിൽ എനിക്ക് വെറും രണ്ടാനപ്പന്റെ റോൾ മാത്രം. ബിന്ദുവിന്റെ വയറ്റിൽ മറ്റൊരാളുടെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായത്. പിന്നെ രഘു അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. നിന്നെപ്പോലെ തന്നെ ഞാനും സ്നേഹിച്ചിരുന്നു രാജിയെ, അവൾ അറിയാതെ. ജാതികൾ തമ്മിൽ ചേരില്ല എന്ന് അറിഞ്ഞിട്ടും. പുതിയ പുതിയ അറിവുകൾ രഘുവിനെ പകപ്പിച്ചു. ഭർത്താവ് രാജിയെ ഉപേക്ഷിച്ചതൊക്കെ നാട് വിട്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, പ്രിൻസ് പറഞ്ഞു. എല്ലാം അറിയുന്ന നമ്മുടെ ഭാര്യമാർ പാവം രാജിയെ പുകച്ച് താടിക്കാൻ നോക്കുന്നതിന്റെ കാരണം ഇനിയും ചിള്ളിച്ചെയ്യേണ്ടല്ലോ. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത രാജിയെ ആ തടവറയിൽ നിന്ന് രക്ഷിക്കേണ്ട കടമ നമ്മൾക്കുണ്ട്. രഘു പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത വിജയം പകുതിയായി. ആളുകളുമായി ഇടപഴകാൻ തുടങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ നിന്നും കൃഷ്ണരാജിന്റെ ഓർമ്മകൾ ഒഴിയും. അപ്പോ നിർബന്ധിച്ച് വേറൊരു വിവാഹത്തിന് സമ്മതിപ്പിച്ചെടുക്കാം. അതിനവർക്ക് ഓട്ടോ ഓടിക്കാനൊന്നും പറ്റില്ല എന്നല്ലേ പറയുന്നത്, രഘു പറഞ്ഞു. അജിന ഇടയിൽ കയറി കൊടുത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചാ മതി. ഒരു 5 മിനിറ്റ് അവളെ തനിച്ച് കിട്ടിയാൽ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനിപ്പോ എന്താ ഒരു വഴി? വഴിയുണ്ട്, പ്രിൻസ് പറഞ്ഞു. നാളെ സ്കൂൾ വിടുന്ന സമയത്ത് ഞാൻ രാജിയെയും കൊണ്ട് പാർക്കിൽ വരാം. നീ അവിടെ ഉണ്ടായാ മതി. എടാ, നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ രണ്ടും കൂടി രാജിയെ വിഷം കൊടുത്ത് കൊല്ലുന്നത് കൂടി നമുക്ക് കാണേണ്ടി വരും, രഘു പറഞ്ഞു. ആ മറുപടി അവഗണിക്കാൻ പറ്റാത്തതായതുകൊണ്ട് പ്രിൻസ് മൗനം പാലിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു വഴി. എന്താ അത്? പ്രിൻസ് ചോദിച്ചു. പറയാം, ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ, രഘു പറഞ്ഞു. ഉത്തരം കണ്ടെത്തിയ മനസ്സോടെ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അജ്ന കിടപ്പുമുറിയിലേക്ക് വന്നു. രഘുവേട്ടാ. കണ്ണടച്ചു കിടക്കുകയായിരുന്ന രഘുവിനെ അവൾ ഉരുട്ടി വിളിച്ചു. അവന്റെ ശ്വാസം വലി കൂർക്കം വലിയായത് മിച്ചം. ഓ, വന്ന് കിടന്നതേ ഉള്ളൂ, അതിനു മുന്നേ ഉറങ്ങി, കുംഭകർണന് ജനിച്ച മോൻ, അജ്ന ദേഷ്യത്തോടെ പറഞ്ഞ് കാൽക്കീഴിലെ പുതപ്പ് വലിച്ച് രഘുവിനെ മൂടി. കുംഭകർണന് ജനിച്ച മോൻ നിന്റെ അച്ഛൻ. പുതപ്പിനടിയിൽ നിന്ന് രഘു പെറുപുറത്തത് അജ്ന കേട്ടില്ല. യാമം ഇഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. രഘു പുതപ്പിനടിയിൽ നിന്നും തല വെളിയിലേക്കിട്ട് അജ്നയെ നോക്കി. അജ്നെ, അജ്നെ. പതിയെ അവളെ തട്ടിക്കൊണ്ട് രഘു വിളിച്ചു. നിദ്രയിലായിരുന്ന അജ്ന വിളി കേട്ടില്ല. രഘു പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. ചെറിയൊരു കാലച്ച പോലും കേൾപ്പിക്കാതെ പിച്ച വെച്ച് നടന്ന് അവൻ എത്തിയത് രാജിയുടെ മുറിവാതിൽക്കലാണ്. രാജി, രാജി. അവൻ മെല്ലെ വാതിലിൽ മുട്ടി വിളിച്ചു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്ന രാജി ആ വിളി കേട്ടു.
അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിലിൽ ചെകിടമർത്തി. രാജി, ഇത് ഞാനാ, വാതിൽ തുറക്ക്. രഘുവിന്റെ ശബ്ദം രാജി തിരിച്ചറിഞ്ഞു. ലൈറ്റ് ഇട്ടതിന് ശേഷം അവൾ വാതിൽ തുറന്നു. ലൈറ്റ് ഇടരുത്. പെട്ടെന്ന് ഉള്ളിലേക്ക് ചാടി വീണ രഘു ലൈറ്റ് ഓഫാക്കി. എന്താ രഘു ഈ പാതിരാത്രിയിൽ? രാജി ചോദിച്ചു. എനിക്ക് രാജിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ രാത്രിയിലോ? രാത്രിയിലല്ലാതെ പകല് സംസാരിക്കാൻ നിന്റെ അനുജത്തിമാര് സമ്മതിക്കോ? എന്നാലും ഈ രാത്രിയിൽ നീ ഒരിക്കലും ഈ മുറിയിലേക്ക് കയറി വരരുതായിരുന്നു. അതിന് ഞാൻ ഒരു ദുരുദ്ദേശത്തോടു കൂടിയല്ല വന്നത്. എനിക്ക് രാജിയോട് കുറച്ച് സംസാരിക്കണം, അത്രേ വേണ്ടൂ. രഘു പൊയ്ക്കോ, എന്തുണ്ടെങ്കിലും നമുക്ക് രാവിലെ സംസാരിക്കാം. എന്തായാലും ഉദ്ദേശിച്ച കാര്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. രഘു തറപ്പിച്ചു പറഞ്ഞു. ഇപ്പോ അജിന് എങ്ങോട്ട് വന്നാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവൾ അവിടെ കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ടിട്ടാ ഞാൻ വന്നത്. രഘു പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഇടനാഴിയിലെ ലൈറ്റുകളെല്ലാം ഒരുമിച്ച് തെളിഞ്ഞു. പകപ്പോടെ വാതിൽക്കിലേക്ക് നോക്കിയ രാജിയും രഘുവും ഒന്ന് ഞെട്ടി. അവിടെ വാതിൽ നിറഞ്ഞു നിൽക്കുന്ന അജിന. അവളുടെ കണ്ണിൽ നിന്നും പാറിയ അഗ്നിയുടെ ചൂടേറ്റ് അവർ രണ്ടുപേരും വിയർപ്പിൽ കുളിച്ചു. ദേഷ്യം കൊണ്ട് അജിനയുടെ മൂക്കിന്റെ അഗ്രം പോലും വിറയ്ക്കുന്നത് ഇടനാഴിയിലെ ശക്തിയേറിയ വെളിച്ചത്തിൽ അവർ കണ്ടു. എടീ! പെട്ടെന്ന് ഒരു ഈറ്റപ്പുലിയെ പോലെ അജിന രാജിക്ക് നേരെ ചീറിയെടുത്തു. നിനക്ക് അന്തിയുറങ്ങാൻ എന്റെ ഭർത്താവിന് തന്നെ കൂട്ടുവേണം അല്ലേ? ഒരു തരം ഉന്മാദാവസ്ഥയിലായ അജിന രാജിയുടെ അഴിഞ്ഞു കിടക്കുന്ന നീണ്ട മുടിയിൽ പിടിച്ച് നിലത്തേക്ക് മലർത്തിയിട്ടു. പിന്നീട് അവളുടെ ഉദരത്തിന്മേൽ കയറിയിരുന്ന് സർവശക്തിയും എടുത്ത് ആഞ്ഞിടിക്കാൻ തുടങ്ങി. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഇനി ഈ വീട്ടിൽ വേണ്ടു. ഇടിക്കുന്നതിനിടയിൽ അവളുടെ രോഷം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ബഹളം കേട്ട് ഓടി വന്ന പ്രിൻസ് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. രംഗം കണ്ടപ്പോൾ തന്നെ സത്യം എന്താണെന്ന് അവന് പിടികിട്ടിയിരുന്നു. അജിനെ വിട്, നീ കാര്യങ്ങൾ അറിയാതെയാണ്. ഈ സമയം അത്രയും അജിനയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്ന രഘുവിന് ക്ഷമ കെട്ടിരുന്നു. യാതൊന്നും പ്രതികരിക്കാതെ കണ്ണുകൾ ഇറുകെ അടച്ച് പല്ലുകൾ കടിച്ചു പിടിച്ച് വേദനകളെല്ലാം നിശബ്ദം സഹിക്കുന്ന രാജിയെ കണ്ടപ്പോൾ അവന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ഒരു നിമിഷം അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന അജിനയുടെ മുടിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. നിമിഷ നേരം കൊണ്ട് രഘു കുനിഞ്ഞ് അജിനയുടെ മുടിയിൽ പിടിമുറുക്കി. ഒരു മുയൽക്കുഞ്ഞിനെ ചെവിയിൽ പിടിച്ചു പൊക്കുന്ന ലാഘവത്തോടെ അവൻ അജിനയെ മുടിയോടുകൂടെ പൊക്കി. കലികൊണ്ട് അന്ധനായ രഘു അജിനയുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആ മുറിയിലാകെ വട്ടത്തിൽ നടന്നു. അജിനയിൽ നിന്നുള്ള ദീനരോദനം അവന്റെ ശൗര്യം കൂട്ടിയതേയുള്ളൂ. പ്രിൻസും ബിന്ദുവും കൂടി അജിനയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ തട്ടിത്തെറിപ്പിച്ചെറിഞ്ഞുകൊണ്ട് രഘുവിന്റെ അമ്മാനമാട്ടം തുടർന്നു. അജിനയുടെ പീഡനമേറ്റ് തളർന്നു കിടക്കുകയായിരുന്ന രാജിയുടെ ചെവിയിൽ ആദ്യമൊന്നും അവിടുത്തെ ലഹളകളുടെ ശബ്ദം ചെന്നെത്തിയിരുന്നില്ല. സാവധാനം അവളുടെ മനസ്സും ശരീരവും പരിസരവുമായി ഇഴുകിച്ചേരാൻ തുടങ്ങിയപ്പോൾ അവൾ കേട്ടു തന്റെ കുഞ്ഞനുജത്തിയുടെ രോദനം. പൊടുന്നനെ നിലത്ത് കൈകൾ കുത്തി ഉറപ്പിച്ച് രാജി എഴുന്നേറ്റു. ആകെ അവശയായ അജിനയെ കണ്ടതും രാജിയുടെ കെട്ടി നിർത്തിയ വേദന അണപൊട്ടി. രഘു വിട്, അവളൊന്നും ചെയ്യരുത്. രാജി രഘുവിന്റെ കയ്യിൽ പിടുത്തമിട്ടു. അടുത്ത നിമിഷം അവന്റെ ശക്തിയേറിയ കുടലിൽ തെറിച്ച് ചുവരിൽ തലയിലിച്ച് രാജി വീണു. അതോടെ രഘു അജിനയുടെ പിടുത്തം വിട്ടു. നീ കരുതുന്നത് പോലെ നിന്റെ ചേച്ചിയോടൊപ്പം കിടക്ക പങ്കിട്ട് പൂതി തീർക്കാനല്ല ഞാൻ ഈ മുറിയിലേക്ക് വന്നത്. തളർച്ചയ്ക്കിടയിലും അജിന രഘുവിനെ നോക്കി പല്ലുകൾ എറിമി. ആദ്യമൊക്കെ എന്നെ ചൊല്ലി നീ ഇവളോട് കയർത്തപ്പോ ഞാൻ മനസ്സാ ചിരിച്ചിരുന്നു. അനുജത്തിയുടെ ഭാവിക്ക് വേണ്ടി സ്നേഹിക്കുന്നവനെ തന്നെ ബലിയാടാക്കിയതിന്റെ ശിക്ഷ ഇവൾ അനുഭവിക്കണമെന്ന് ഞാൻ കരുതി. അപ്പോഴും നിനക്ക് ഇത്രയും ക്രൂരയാകാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിന്റെ മനസ്സിൽ വിഷവിത്ത് പാകിയത് ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾ തന്നെ കണ്ടെത്തും. സംശയരോഗികളായ നിങ്ങളുടെ മനസ്സിൽ ഭർത്താക്കന്മാർ കൈവിട്ടു പോകുമോ എന്നുള്ള ആദ്യമാണ്. അതില്ലാതാകണമെങ്കിൽ രാജി ഈ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിനു വേണ്ടിയായിരുന്നു എന്റെ ശ്രമം. ആദ്യം എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതിയ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചത്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പ്രസ്താവന ഇറക്കിയതുകൊണ്ട് ആ കണക്കുകൂട്ടൽ അലസി. എങ്കിലും സൗകര്യമായി ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് വെച്ചാ ഇവിടേക്ക് വന്നത്. അതും കുറുക്കന്റെ കണ്ണുള്ള ഇവള് അലസിപ്പിച്ചു. ഇനി വെട്ടി തുറന്ന് പറയാം, എന്ത് സംഭവിച്ചാലും അടുത്ത ആഴ്ച പുതിയൊരു ഓട്ടോറിക്ഷ ഈ വീട്ടുപടിക്കിലെത്തും. കണിശം പറഞ്ഞ് രഘു മുറി വിട്ടു.
പുറകെ മറ്റുള്ളവരും. രാജിയുടെ കണ്ണിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടത്തിന് മനസ്സിലെ ആളിപ്പടരുന്ന അഗ്നിയെ അണയ്ക്കാനായില്ല. തുടക്കം മുതലെയുള്ള തന്റെ ജീവിതത്തെപ്പറ്റി രാജി ഓർക്കുകയായിരുന്നു. ആദ്യം മുതൽ ഇതുവരെ താൻ പിന്നിട്ട വഴികളെല്ലാം കല്ലുകളും മുള്ളുകളും ഗർത്തങ്ങളും കൊണ്ട് നിറഞ്ഞവയായിരുന്നു. ഇനി അന്ത്യം വരെ വഴിക്ക് മാറ്റമില്ലെന്ന് അറിഞ്ഞിട്ടും വെറുതെ ഈ യാത്ര തുടരണോ? വേണ്ട, ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചേക്കാം. അതാവും എല്ലാവർക്കും നല്ലത്. രാജി ഉറച്ചൊരു തീരുമാനത്തിൽ എത്തിയപ്പോഴേക്കും നേരം നന്നേ പുലർന്നിരുന്നു. ആ പകലവൾ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഉച്ചയ്ക്ക് ചെറിയൊരു തളികയിൽ ചൂടുകഞ്ഞിയുമായി ബിന്ദു വന്നു. മോളെ, ചേച്ചിയോട് നിങ്ങൾക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ? കഞ്ഞിയെ അവിടെ കൊണ്ടുന്തി പുറത്തോട്ടിറങ്ങാൻ തുടങ്ങിയ ബിന്ദുവിനോട് ചിലമ്പിച്ച വാക്കുകളിൽ രാജി ചോദിച്ചു. അല്ല, ആദരവ് കൂടിയുണ്ട്. അനുജിത്തിയുടെ ഭർത്താവിനെ തന്നെ രാത്രി കൂട്ടുകിടക്കാൻ വിളിച്ചതിന്റെ ബഹുമാനം. ബിന്ദു പരിഹസിക്കുകയാണെന്ന് രാജി അറിഞ്ഞു. വെറുപ്പാണോ എന്ന്? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കാനായിട്ട് ജീവിക്കുന്നത്? എങ്ങോട്ടേലും പോയി ചത്തൂടെ? ബിന്ദു വെട്ടിത്തിരിഞ്ഞു നടന്നു. അധികരിച്ച ദേഷ്യത്താൽ നിതംബം കുലുക്കിയുള്ള അവളുടെ നടത്തം നോക്കി രാജി ഒന്ന് ചിരിച്ചു. നിറം മങ്ങിയ ചിരി. ക്ലോക്കിൽ മണി 12 അടിക്കുന്ന ശബ്ദം രാജി കേട്ടു. എല്ലാവരും ഗാഠനിദ്രയിലാകേണ്ട സമയം. ഇപ്പോൾ ഇറങ്ങി നടന്നാൽ 12:15 പ്ലാച്ചിക്കയിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈനിനടുത്തെത്താം. 12:30 അതിലൂടെ ഒരു വണ്ടി കടന്നു പോകുന്നുണ്ടെന്നറിയാം. രാജി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽക്കലോളം ചെന്നതാണ്. അപ്പോഴാണ് പുറകിൽ നിന്ന് എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടത്. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മേശമേലുണ്ടായിരുന്ന അച്ഛന്റെ ചില്ലിട്ട ഫോട്ടോ താഴെ വീണ് ചിതറിയിരിക്കുന്നു. അവൾ ആ ഫോട്ടോ കുനിഞ്ഞെടുത്തു. എന്റെ മനസ്സിലിരിപ്പ് അച്ഛൻ തിരിച്ചറിഞ്ഞു അല്ലേ? ആ ഫോട്ടോയിൽ നോക്കി രാജി ചുണ്ടുകൾ അനക്കി. പൊട്ടിയ ചില്ലുകൾക്കിടയിൽ നിന്നും അവൾ കമ്മാരന്റെ ഫോട്ടോ കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും ഞാൻ അച്ഛനോട് യാത്ര പറയാറുണ്ടല്ലോ. ഇന്ന് പറയാതെ പോകാൻ തുടങ്ങിയതിന്റെ കെറിവാണോ ഇത്? അച്ഛൻ കരുതി കാണും ഞാൻ അച്ഛനെ മറന്നു. ഇല്ലച്ഛ, ഞാൻ വരുന്നത് അച്ഛനടുത്തേക്ക് തന്നെയല്ലേ. ജീവനുള്ള അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ രാജി ഫോട്ടോ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പതിഞ്ഞൊരു ചിരിയോടെ ഫോട്ടോ മേശമേൽ വച്ച് തിരിഞ്ഞു നടന്നു. പുറത്തിറങ്ങിയതിനു ശേഷം അജിനയുടെയും ബിന്ദുവിന്റെയും അടച്ചിട്ട വാതിലിന് നേർക്ക് ഏതാനും നിമിഷം നോക്കി നിന്നു. അവിടെ അജിനയുടെയും ബിന്ദുവിന്റെയും ബാല്യകാലം പുഞ്ചിരിയോടെ തന്റെ നേർക്ക് കൈവീശുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം അവളുടെ നയനങ്ങളിൽ മുത്തുകൾ ഉരുണ്ടുകൂടി. കണ്ണുകൾ ഒരു വട്ടം ഇറുകെ ചിമ്മി തുറന്ന് എല്ലാ ഓർമ്മകളെയും ആട്ടിയകറ്റി രാജി മുൻപോട്ട് കാലുകൾ പെറുക്കി വെച്ചു. പെട്ടെന്ന് മുന്നിലെ ഏതോ വസ്തുവിൽ തട്ടി അവൾ കമിഴ്ന്നടിച്ചു വീണു. ഉയർന്നു വന്ന നിലവിളിയെ തൊണ്ടയിൽ കുരുക്കിയിട്ട് നിർത്തി. പക്ഷേ താൻ വീഴാൻ കാരണമായ ചാക്ക് കേട്ടുപോലുള്ള സാധനം വായുവിലൊന്ന് ഉയരുകയും അതിനുള്ളിൽ നിന്നും അയ്യോ എന്നൊരു ആർത്തനാദം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തപ്പോൾ രാജി പേടിയോടെ 1-2 അടി പിന്നോക്കം വെച്ചു. പൊടുന്നനെ വരാന്തയിൽ പ്രകാശം പരന്നു. മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന ഭാരതി തള്ളയെ കണ്ട് രാജി അമ്പരന്നു. അപ്പോഴേക്കും രഘുവും പ്രിൻസും എത്തി. രഘു രാജിയെയും വൃദ്ധയെയും മാറി മാറി നോക്കി. സത്യം പറഞ്ഞു, ഭാരതിയമ്മ എന്തിനാണ് എവിടെ കിടന്നത്? രഘു ചോദിച്ചു. അത് അത് കുഞ്ഞെ, ഭാരതിയമ്മ വിക്കി. വെക്കം പറഞ്ഞല്ലേ, ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും, പ്രിൻസ് പറഞ്ഞു. അയ്യോ വേണ്ട കുഞ്ഞ്, ഞാൻ പറയാം. ഇവിടുത്തെ അജിനക്കുഞ്ഞും ബിന്ദുക്കുഞ്ഞും പറഞ്ഞിട്ടാ. ഭാരതിയമ്മ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അജിനയും ബിന്ദുവും അവിടെ എത്തി. അതെ, ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ അവരിവിടെ കിടന്നത്, ബിന്ദു പറഞ്ഞു. അതെന്താ ഇപ്പോഴീ വീട്ടിൽ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം? പ്രിൻസ് ചോദിച്ചു. ഭാര്യമാർക്ക് ഉറക്കുഗുളിക കൊടുത്ത് അന്യ സ്ത്രീകളെ തേടിപ്പോകുന്ന ഭർത്താക്കന്മാരുടെ കഥ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ അനുഭവം ഞങ്ങൾക്കും വരില്ല എന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഇങ്ങനെ ചില കളികളൊക്കെ കളിക്കേണ്ടി വന്നു. ചീ, നാവടക്കടി ചൂലെ. അപൂർവം മാത്രം ദേഷ്യം വരാറുള്ള പ്രിൻസിനെ ദേഷ്യം പിടികൂടിയത് പെട്ടെന്നാണ്. വേണ്ട, അധികം വിരട്ടിലൊന്നും വേണ്ട. ഇന്നലെ രഘുവേട്ടൻ, ഇന്നിനി നിങ്ങളുടെ ഊഴമല്ലെന്ന് ആര് കണ്ടു? എടി! ക്ഷണനേരം കൊണ്ട് പ്രിൻസിന്റെ കൈ ബിന്ദുവിന്റെ കവിൾ ലക്ഷ്യമാക്കി വായുവിൽ പറന്നു. ശക്തിയേറിയ ആ അടി രഘു തടുത്തു. വേണ്ടടാ, ഈ തള്ളയെ എവിടെ കിടത്തിയത് കൊണ്ട് അവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. ആ ഭാരതിയമ്മേ, ഇതിനിവര് നിങ്ങൾക്ക് ശമ്പളമൊന്നും തരുന്നില്ലേ? പ്രിൻസിന്റെ അരിശം തണുപ്പിച്ചതിന് ശേഷം രഘു ഭാരതിയമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. കുഞ്ഞ് ക്ഷമിക്കണം, മാസം 500 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞതുകൊണ്ടാ
ഞാൻ ഈ പണിക്കിറങ്ങിയത്. അയ്യയ്യേ, നിങ്ങളെ ഇവര് പറ്റിച്ചല്ല ഭാരതിയമ്മേ. പുലർച്ചെ വരെ ഒരാൾക്ക് സെക്യൂരിറ്റി നിന്നിട്ട് വെറും 500 രൂപ. ചേച്ചേ, മോശം. ഏതായാലും ആവശ്യം ഞങ്ങളുടേത് കൂടി ആയതുകൊണ്ട് ഒരു 500 രൂപ ഞങ്ങളുടെ വകയും കൂടി ഇരിക്കട്ടെ. എന്താ? മോനെ ദൈവം അനുഗ്രഹിക്കും. രഘുവിന്റെ നേർക്ക് ഭാരതിയമ്മയുടെ തൊഴുകൈ ഉയർന്നു. എന്നാ ശരി, അമ്മ കിടന്നോളൂ. കേൾക്കാൻ കാത്തതുപോലെ അവർ പായയിൽ ചുരുണ്ടുകൂടി. തലവഴി പുതപ്പ് മൂടി. ആ കിടപ്പ് നോക്കി രഘു ഒന്ന് ചിരിച്ചു. സെക്യൂരിറ്റി നിർത്തുന്നതൊക്കെ കൊള്ളാം. നാളെയും മുറിയുടെ വാതിൽക്കൽ ഒരു കട്ടിലും കിടക്കയും കൊണ്ടിടണം. പ്രായമായ സ്ത്രീയാ. സിമന്റ് തറയിൽ കിടന്ന് വിറങ്ങലിച്ച് ചത്തുപോയ ജയിലഴി എണ്ണേണ്ടത് ഞങ്ങളാ. രഘു പറയുന്നത് മുഴുവൻ കേൾക്കാതെ അജിനയും ബിന്ദുവും കിടപ്പറയിലേക്ക് മടങ്ങി. ഒരു പ്രതിമയ്ക്ക് തുല്യമായി നിൽക്കുന്ന രാജിയെ കണ്ടപ്പോൾ പ്രിൻസിന്റെയും രഘുവിന്റെയും മനസ്സ് ഒരുപോലെ ഇടറി. രാജി പോയി കിടന്നോളൂ. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. കൂടിയാൽ ഒരു 3 ആഴ്ച. അത് കഴിഞ്ഞ് നിനക്ക് ഈ വീടിനോട് വിട പറയാം. അതിനുള്ള വഴികളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അകന്നു പോകുന്ന രഘുവിനെയും പ്രിൻസിനെയും നോക്കി രാജി ഒന്ന് ചിരി വരുത്തി. നിങ്ങളുടെ വഴി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന അർത്ഥം ആ ചിരിയിലുണ്ടായിരുന്നു. പൊടുന്നനെയാണ് അവൾ സമയത്തെക്കുറിച്ച് ബോധവതിയായത്. നിലത്തെ കെട്ടിലേക്ക് നോക്കിയപ്പോൾ അത് ഉയരുന്നതും താഴുന്നതും കണ്ടു. ഇറങ്ങിയെടുത്തു നിന്ന് മടങ്ങിയാൽ പോകുന്ന കാര്യം സാധിക്കില്ല എന്ന പഴമൊഴിയിൽ വിശ്വാസമുള്ളത് കൊണ്ട് അജിനയുടെയും ബിന്ദുവിന്റെയും മുറിയുടെ വാതിലടയുന്ന ശബ്ദത്തിനായി കാതോർത്തു നിന്നു. അല്പസമയത്തിനു ശേഷം 2 വാതിലുകളും അടയുന്ന ശബ്ദം കേട്ടു. പൂ പോലുള്ള നിലാവെട്ടത്തിൽ മറ്റൊരു വെട്ടത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കയ്യിലുള്ള പെൺടോർച്ച് ഉമ്മറത്തെ അരഭിത്തിമേൽ വെച്ച് ഉടുത്തിരിക്കുന്ന സാരി മുട്ടോളം പൊക്കി പിടിച്ച് രാജി ഓട്ടത്തിന് തുടക്കമിട്ടു. കല്ലും മുള്ളും വകവയ്ക്കാതെയുള്ള ഓട്ടം. ഇടയ്ക്ക് അവിടെ തട്ടി വീഴുന്നുണ്ട്. അതിനിടയിൽ ദൂരെ നിന്ന് തീവണ്ടിയുടെ ചൂളം വിളി അവൾ കേട്ടു. കിതപ്പ് മാറാൻ നിൽക്കാതെ സർവ്വശക്തിയും എടുത്ത് ഓടി. ഒടുവിൽ റെയിൽപാളത്തിനടുത്തെത്തിയപ്പോഴേക്കും കിതപ്പും ക്ഷീണവും കൊണ്ട് ആടാൻ തുടങ്ങിയിരുന്നു. വണ്ടിയുടെ ചൂളവിളി അടുത്തടുത്ത് വരുന്നത് രാജി അറിഞ്ഞു. പിന്നീട് ഒട്ടും തന്നെ അമാന്തം കൂടാതെ നിന്നെടുത്ത് തന്നെ കമിഴ്ന്ന് വീണ് കഴുത്ത് പാളത്തിന്മേൽ വെച്ച് കണ്ണുകൾ ഇറുകെ അടച്ചു. വണ്ടി തന്നോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രകമ്പനം കൊള്ളുന്ന ട്രാക്കിൽ നിന്ന് അവൾ മനസ്സിലാക്കി. ഏതാനും നിമിഷത്തിനുള്ളിൽ ശിരസും ശരീരവും വേർപെട്ട മാംസപിണ്ഡമായി താൻ മാറും. ഇതാ വണ്ടി തന്റെ കഴുത്തിലൂടെ കയറി ഇറങ്ങാൻ പോവുകയാണ്. രാജി കണ്ണുകൾ ഒന്നുകൂടെ ഇറുകെ അടച്ചു. വളരെ പെട്ടെന്ന് രാജി പാളത്തിൽ നിന്നും എടുത്തുയർത്തപ്പെട്ടു. കഴുത്തിലൂടെ വണ്ടിയുടെ ചക്രങ്ങൾ കയറി ഇറങ്ങി. ട്രാക്ക് മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ അവളുടെ ശിരസ് ട്രാക്കിനുള്ളിലും ഉടൽ പുറത്തുമാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാം ശാന്തമായി. വണ്ടിയുടെ അവസാന ബോഗിയും കൺമറഞ്ഞു. പൊടുന്നനെയാണ് രാജി ഒരു സത്യം മനസ്സിലാക്കിയത്. താൻ ഉടലും തലയും വേർപെട്ട മാംസപിണ്ഡമല്ലെന്ന്. തന്റെ കഴുത്തിലൂടെ വണ്ടി കയറിയിട്ടില്ലെന്ന്. ഏതോ ബലിഷ്ഠമായ കരം തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്നതായി അവൾ അറിഞ്ഞു. പക്ഷെ മുന്നിലൊന്നും കാണുന്നില്ല. വെറും കട്ട പിടിച്ച ഇരുട്ട് മാത്രം. ഏയ്, കണ്ണു തുറക്ക്. പരിചിതമല്ലാത്തൊരു ശബ്ദം അവൾ കേട്ടു. പാളത്തിന്മേൽ കിടക്കുമ്പോൾ അടച്ച കണ്ണ് ഇതുവരെയും തുറന്നിരുന്നില്ല. അതായിരുന്നു മുന്നിലെ ഇരുട്ടിന് കാരണം. ജാള്യതയോടെ കണ്ണു തുറന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സുന്ദരനെ കാണുന്നത്. ആദ്യം കണ്ണുകളിൽ ഒരു അവിശ്വസനീയത നിഴലിട്ടെങ്കിലും പിന്നീട് അത് ക്ഷോഭമായി മാറി. നിങ്ങൾ ആരാ? എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? മരിക്കാൻ പോലും സമ്മതിക്കില്ലെന്നായോ? ക്ഷോഭത്തോടെ രാജി ചോദിച്ചു. ഇല്ല, മരിക്കാൻ ഞാൻ രാജിയെ സമ്മതിക്കില്ല, അയാൾ പറഞ്ഞു. അപ്പോ ഇയാള് മലയാളിയല്ലേ ഈശ്വര? പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്നവരെ പറ്റി പത്രങ്ങളിലൊക്കെ വായിച്ചു കേൾക്കാറുണ്ട്. ഇനി അങ്ങനെ വല്ലവരുമായിരിക്കുമോ ഇത്? പക്ഷെ ഇയാൾക്ക് എങ്ങനെ തന്റെ പേരറിഞ്ഞു? രാജി, വരൂ, നമുക്ക് പോകാം. അയാളുടെ ശബ്ദം അവളെ ഓർമ്മകളിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. പോകാനോ? എങ്ങോട്ട്? എന്റെ താമസ സ്ഥലത്തേക്ക്. നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് ഞാൻ എന്തിനു വരണം? റാജിയെ രക്ഷിച്ചത് ഞാനല്ലേ? അപ്പോ റാജി എന്നോടൊപ്പമല്ലേ വരേണ്ടത്? എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളൊന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ? അയാളുടെ നാവ് വെടിക്കാതെയുള്ള സംസാരം രാജിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നുണ്ടെങ്കിൽ റാജിയെയും കൊണ്ടേ പോകൂ. ഓ, റാജി റാജി റാജി, കേട്ടു മടുത്തു. എന്റെ പേര് റാജിയല്ല, രാജിയാണ്. ക്ഷമിക്കണം റാജി, എനിക്ക് മലയാളം ശരിക്ക് പറയാനാവില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങളപ്പോ ഇവിടുന്ന് പോകണം.
എങ്കിൽ രാജി വരൂ. എന്നെ കൊണ്ടുപോകാമെന്ന് കരുതി നിങ്ങൾ വെറുതെ മഞ്ഞുകൊള്ളണ്ട. ഞാൻ വരില്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ ഞാനും പോകുന്നില്ല. അയാൾ അവിടെ ഇരുന്നു. ഷോ, ഇയാളെ കൊണ്ടത് വലിയ ശല്യമായല്ലോ. എന്താ നിങ്ങളുടെ പേര്? അഭയൻ. കേട്ടോ അഭയ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അറിയാം. രാജി പൊണ്ണുപോലെ നോക്കി അനുജത്തിമാര് ഇപ്പോ രാജിക്ക് നേരെ വാളെടുത്തത് കൊണ്ടല്ലേ നിനക്ക് മറക്കാൻ തോന്നിയത്? അപ്പോ ഇയാൾക്ക് തന്നെ കുറിച്ച് എല്ലാം അറിയാം. ആരാണ് ഇയാൾ? എന്താണ് ഇയാളുടെ ഉദ്ദേശം? അന്യനാട്ടിൽ നിന്ന് വന്ന ഇയാൾക്ക് ഇങ്ങനെയാണ് തന്നെ പരിചയം? പല പല ചോദ്യങ്ങൾ രാജിയുടെ മനസ്സിൽ കിടന്ന് കടിപിടി കൂടി. എന്നോടൊപ്പം വരാൻ രാജു ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിനക്ക് ഞാൻ നല്ല സഹോദരനായിരിക്കും. അവന്റെ സംസാരം പകുതിയും മനസ്സിലാക്കിയെടുക്കാൻ രാജി ഏറെ ബുദ്ധിമുട്ടി. വീണ്ടും വീണ്ടും സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ അഭയനോടൊപ്പം രാജിക്ക് പോകാതിരിക്കാനായില്ല. കാറിനുള്ളിലെ സഹിക്കാൻ വയ്യാത്ത ചൂടിൽ രാജി വിയർത്തൊലിക്കാൻ തുടങ്ങി. വള്ളാത്ത ചൂട് അല്ലേ? അഭയൻ AC ഓണാക്കി. രാജിക്ക് കുറേശ്ശെ പേടി വരാൻ തുടങ്ങിയിരുന്നു. ചെറു പരിചയം പോലുമില്ലാത്ത ഒരാളുടെ കൂടെ എവിടേക്കെന്നറിയാതെ ആ സമയത്തുള്ള ഈ യാത്ര. മരിക്കാൻ ഇറങ്ങിയതാണല്ലോ എന്നോർത്തപ്പോ കുറച്ചൊരു സമാധാനം തോന്നി. നിന്റെ നാട് എവിടാ? ഭാഷ വശമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് രാജി അങ്ങനെ ചോദിച്ചത്. അങ്ങ് ദൂരെ. ദൂരെ എന്ന് പറഞ്ഞ? രാജി ചോദിച്ചു. ദൂരെ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ. പിന്നെ എന്തിനാ നീ ഇവിടെ വന്ന് താമസിക്കുന്നത്? അല്പനേരത്തെ ഇടപെടലിൽ നിന്ന് തന്നെ രാജിക്ക് അഭയനിൽ എന്തോ ഒരു സ്വാതന്ത്ര്യമുള്ളതുപോലെ തോന്നി. അതുകൊണ്ടായിരിക്കണം അഭിസംബോധനയ്ക്ക് അവൾ അറിയാത്ത ഒരു മാറ്റം വന്നത്. അത് ചെറിയൊരു ദൗത്യമായാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് പൂർത്തിയാകുന്ന ദിവസം തന്നെ മടങ്ങും, അഭയൻ പറഞ്ഞു. അതെന്താണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു രാജിക്ക്. മറുപടി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി മനസ്സിൽ തന്നെ ഇട്ടു. വളരെ സമയത്തെ ഓട്ടത്തിന് ശേഷം കാർ എവിടെയോ നിന്നു. ചുറ്റും കറുത്ത ഗ്ലാസുകൾ മൂടപ്പെട്ടിരുന്നതിനാൽ വന്ന വഴി ഏതാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. രാജിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അഭയൻ ഫ്രണ്ട് ഡോർ തുറന്നു. രാജിക്ക് വേണ്ടി ബാക്ക് ഡോർ തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതാണ് എന്റെ താമസ സ്ഥലം. ഓടിട്ട ഒരു കുഞ്ഞു വീട് ചൂണ്ടി അഭയൻ പറഞ്ഞു. വരൂ. അഭയൻ രാജിയെ അകത്തേക്ക് ക്ഷണിച്ചു. ഇന്നു മുതൽ എന്റെയും നിന്റെയും വീട് ഇതാണ്. സൗകര്യം നന്നെ കുറവാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം, അഭയൻ പറഞ്ഞു. ചെറിയൊരു അടുക്കളയും അതിലും ചെറിയ വാതിലില്ലാത്ത ഒരു മുറിയും. മുറിക്ക് മുൻവശം പേരിന് മാത്രം ഒരു ഉമ്മറവും. ആ വീട്ടിലെ സൗകര്യം ഇത്രയും കൊണ്ട് തീർന്നു. രാജിക്ക് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. അടുക്കള വശമില്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തു നിന്നാണ് കഴിക്കാറ്. എനിക്കൊന്നും വേണ്ട, രാജി പറഞ്ഞു. എങ്കിൽ രാജി കിടന്നു. അവിടെ കട്ടിലും കിടക്കയും എല്ലാം ഉണ്ട്, മുറി ചൂണ്ടി അഭയൻ പറഞ്ഞു. അപ്പോ അഭയൻ എവിടെ കിടക്കും? ഞാൻ പായ വിരിച്ച് ഇവിടെ കിടക്കും. എന്താ രാജിക്ക് പേടിയുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. പതുപതുത്ത കിടക്കയിൽ കിടന്ന് രാജി കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഒന്നൊന്നായി ഓർക്കാൻ തുടങ്ങി. പൊടുന്നനെ അവളുടെ മനസ്സിൽ ഒരു സംശയം തലപൊക്കി. പ്രകൃതി പോലും നിശ്ചലമായ ആ സമയത്ത് അഭയൻ എന്തിനവിടെ വന്നു? അതും ഞാൻ മരിക്കാനിറങ്ങിയ അതേ സമയത്ത്, അതേ സ്ഥലത്ത്. എത്ര ചിന്തിച്ചിട്ടും രാജിക്ക് അതിന്റെ പൊരുൾ കണ്ടെത്താനായില്ല. എന്തു തന്നെയാണെങ്കിലും അഭയം വിളിച്ചപ്പോ കൂടെ പോന്നത് വല്ലാത്ത ബുദ്ധിമോശമായി. എത്ര നല്ലവനായാലും അവൻ തനിക്കൊരു അന്യപുരുഷൻ തന്നെയാണ്. അങ്ങനെ ഒരുവന്റെ കൂടെ താമസിച്ചു എന്ന് പറഞ്ഞാൽ ജനം മുഖത്തേക്ക് കാറി തുപ്പും. അപവാദങ്ങൾ കൊണ്ട് നാട് നിറയ്ക്കും. ഇല്ല, അപവാദങ്ങൾ കേൾക്കാൻ രാജി ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ഒടുവിൽ അവളുടെ മനസ്സ് തുടക്കത്തിലേക്ക് തന്നെ എത്തി. എന്നും എന്നെ രക്ഷിക്കാൻ അഭയനാകില്ല. ഇന്നല്ലെങ്കിൽ നാളെ അഭയന്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ മരണത്തെ പുൽകുക തന്നെ ചെയ്യും. സംഘർഷഭരിതമായ നിമിഷങ്ങളും അവിശ്വസനീയമായ സംഭവങ്ങളും ഒക്കെയായി രാജിയുടെ ആ രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് അഭയന്റെ നിർബന്ധത്തിന് വഴങ്ങി പട്ടണം ചുറ്റാനിറങ്ങി. മൂടിക്കെട്ടിയ കാറിൽ തന്നെയായിരുന്നു യാത്ര. ഹോട്ടലിൽ കയറി പ്രാതൽ കഴിച്ചതിന് ശേഷം ഒരു ജൗളിക്കടയിലേക്ക് കയറി. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുക്ക്, അഭയൻ പറഞ്ഞു. മരിക്കാൻ അവസരം പാത്ത് നടക്കുന്ന തനിക്ക് എന്തിനാണ് വസ്ത്രങ്ങൾ? രാജിയുടെ ചിന്ത അതായിരുന്നു.
എങ്കിലും അഭയന് സംശയത്തിന് ഇട കൊടുക്കണ്ട എന്ന് കരുതി 2 സാരികൾ വാങ്ങി. പിന്നീട് ഒരു പലചരക്ക് കടയുടെ മുന്നിലാണ് കാർ നിന്നത്. അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിയാൽ രാജയുടെ ബോറടിയും മാറും, നല്ല ഭക്ഷണവും കഴിക്കാം. അഭയം പറഞ്ഞതിന് രാജി മറുത്തൊന്നും പറഞ്ഞില്ല. അരിയും പലവ്യഞ്ജനങ്ങൾ സാധനങ്ങളും ഒക്കെ വാങ്ങി അഭയൻ കാറിന്റെ ഡിക്കിയിലും സീറ്റിനടിയിലും ഒക്കെ ഒതുക്കി വെച്ചു. ശേഷം കടയിലെ ബില്ല് തീർക്കാനായി കയറിയപ്പോൾ രാജി കാറിന് ചാരി നിന്ന് ചുറ്റും കണ്ണോടിച്ചു. തൊട്ടപ്പുറത്തുള്ള മെഡിക്കൽ ഷോപ്പ് കണ്ടതും അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കയറാൻ സാധിച്ചാൽ ഈ രാത്രി തന്റെ വിജയയാത്രയാക്കാമായിരുന്നു. പക്ഷെ എങ്ങനെ? അവൾ താടിക്ക് കൈകൊടുത്ത ആലോചനയിൽ മുഴുകി. രാജി ഗൗരവം പിടിച്ച ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ, അഭയൻ ചോദിച്ചു. ഏയ്, വല്ലാത്തൊരു തലവേദന. അഭയനോടൊപ്പം കാറിൽ കയറുമ്പോൾ രാജി ഒരു കള്ളം പറഞ്ഞു. ദാ അവിടെ ഒരു മരുന്നുകടയുണ്ട്, തലവേദനയ്ക്കുള്ള ഗുളിക ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന്. കാറിൽ നിന്നിറങ്ങി മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടുമ്പോൾ രാജി ഓർത്തു. കടയിൽ ചെന്ന് മരുന്നിന് ആവശ്യപ്പെട്ടതിന് ശേഷം രാജി അഭയനിരിക്കുന്നതിനടുത്തേക്ക് പാളി നോക്കി. അവന്റെ ശ്രദ്ധ മുഴുവൻ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളിലായിരുന്നു. അവിടുന്ന് കിട്ടിയ ഗുളികയുമായി രാജി അടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് കടന്നു. അവിടുന്ന് അതിന്റെ അടുത്തതിലേക്കും. ഇങ്ങനെ അവിടെയുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കയറി ഇറങ്ങി. തിരികെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ വലതു കൈ ബ്ലൗസിനകത്തേക്ക് നീണ്ടു. ഇപ്പൊ തന്നെ ഒരെണ്ണം കഴിച്ചോളൂ, അഭയം പറഞ്ഞു. രാജി അതനുസരിക്കുകയും ചെയ്തു. അപ്പോഴാണ് കാറിനുള്ളിൽ ഒരു സെൽഫോണിന്റെ ശബ്ദം അവൾ കേട്ടത്. ആ ശബ്ദം അഭയന്റെ കീശയിൽ നിന്നായിരുന്നു. അവന്റെ സംസാരത്തിൽ നിന്ന് വല്ലതും പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് കരുതിയ രാജിക്ക് തെറ്റി. അവൾക്ക് അജ്ഞാതമായ ഭാഷയിലായിരുന്നു അഭയന്റെ സെൽഫോൺ ഭാഷണം. 2-3 മിനിറ്റ് നേരത്തെ ആശയവിനിമയത്തിനൊടുവിൽ അവൻ ഫോൺ ഓഫാക്കി. വീട്ടിലെത്തിയ പാടെ രാജി അടുക്കളയിൽ കടന്ന് പാചകം തുടങ്ങി. സഹായിയായി അഭയനും കൂടി. കാറും പത്രാസും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി അഭയൻ വലിയ പണച്ചാക്കിന്റെ മോനാണെന്ന്. അരി വാങ്ങി വെക്കുന്നതിനിടയിൽ രാജി പറഞ്ഞു. ഇപ്പൊ അള്ളാണ്ട് തോന്നിയോ, അഭയൻ ചോദിച്ചു. ആ, തോന്നി. പണമുണ്ടായിരുന്നെങ്കിൽ ഈ പട്ടിക്കാട്ടിൽ ഇത്ര ചെറിയൊരു വീട് എടുക്കുമായിരുന്നില്ലല്ലോ. രാജിക്ക് ടൗണിൽ വലിയ വീട് വേണോ? ഏയ് വേണ്ട, രാജി പറഞ്ഞു. ഇന്നത്തോടെ എന്റെ കാര്യം ക്ലോസ്. പിന്നെ എന്തിനാ വലിയ വീടെടുത്ത് കാശ് കളയുന്നത്? അഭയന് മനസ്സിലാക്കാത്ത പാകത്തിൽ അവൾ ചുണ്ടുകൾ അനക്കി. രാജി എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ അനങ്ങുന്ന ചുണ്ടുകൾ നോക്കി അഭയൻ ചോദിച്ചു. ഇന്നത്തെ കാലത്ത് വലിയ വീടിനേക്കാളും ചെറിയ വീട് തന്നെയാണ് നല്ലത് എന്ന് പറയുകയായിരുന്നു. ഞാൻ ഇവിടെ എത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. രാത്രി ഭക്ഷണത്തിന് മുന്നിലിരുന്ന് അഭയൻ പറഞ്ഞു. ഞാൻ അഭയന്റെ ആരാന്ന പറഞ്ഞത്? അതൊന്നും കേൾക്കാത്ത മട്ടിൽ രാജി ചോദിച്ചു. സഹോദരി, അഭയൻ പറഞ്ഞു. സ്വന്തം സഹോദരനെ കുറിച്ച് സഹോദരിക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാ അത് മോശമല്ലേ? മോശമാണ്. എങ്കിൽ അഭയനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയണം. രാജിക്ക് എന്താണ് അറിയേണ്ടത്? എല്ലാം. കൂട്ടത്തിൽ അഭയന്റെ ഇവിടുത്തെ ദൗത്യത്തെ പറ്റിയും, രാജി പറഞ്ഞു. രാജിക്ക് അറിയേണ്ടതെല്ലാം ഞാൻ പറയാം. എന്നാൽ എന്റെ ഇവിടുത്തെ ദൗത്യത്തെ കുറിച്ച് മാത്രം രാജി എന്നോട് ചോദിക്കരുത്. ഞാൻ പറയില്ല. സമയമാകുമ്പോൾ രാജി അതറിയും. അഭയൻ ഭക്ഷണം കഴിക്കൽ മതിയാക്കി. കുറച്ചു സമയം കൈ കഴുകുന്ന അഭയനെ തന്നെ നോക്കിയിരുന്നിട്ട് രാജിയും എഴുന്നേറ്റു. വൃത്തിഹീനമായ കലങ്ങളും പാത്രങ്ങളും ഒന്നൊഴിയാതെ കഴുകി വെച്ചിട്ട് അടുക്കളയും തൂത്തുവാരിയ ശേഷമാണ് അവൾ കിടക്കാൻ ചെന്നത്. രാവിലെ ടൗണിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന കിടക്ക ഉമ്മറത്തിട്ടിട്ട് അഭയൻ കിടത്തം കഴിഞ്ഞിരുന്നു. രാജി ശബ്ദമുണ്ടാക്കാതെ ചെന്ന് കട്ടിലിൽ കയറി കിടന്നു. ഉറങ്ങാതെ കിടന്ന രാജിയുടെ കണ്ണിൽ ചാലക്കൽ വീടും അതിനകത്തെ അവളുടെ പ്രിയപ്പെട്ടവരുടെ രൂപങ്ങളും തെളിഞ്ഞു വന്നു. രഘുവും പ്രിൻസും ഒക്കെ തന്നെ അന്വേഷിച്ച് പരക്കം പായുന്നുണ്ടാകും. പിന്നെ അജിനയും ബിന്ദുവും ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് അവരിപ്പോ സന്തോഷിക്കുന്നുണ്ടാവും. സന്തോഷിക്കട്ടെ. അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും. അല്ലെങ്കിലും എന്റെ അനുജത്തിമാരെ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ചിന്തയുടെ കണിഞ്ഞാൻ അഭയനിലേക്ക് തിരിച്ചു. ശ്വാസം കഴിക്കുന്നതിന്റെ താളത്തിൽ നിന്ന്
അവൻ ഉറങ്ങി എന്നറിഞ്ഞു. ഇത് തന്നെ പറ്റിയ സമയം. രാജി കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് തലയിണയുടെ അടിയിൽ നിന്നും ഒരു ചെറിയ കുപ്പി പുറത്തെടുത്തു. ഒന്നുകൂടി അഭയനെ നോക്കിയ ശേഷം കുപ്പി തുറന്ന് അതിലുള്ള ഗുളിക മുഴുവൻ സ്വന്തം കൈവെള്ളയിലേക്ക് ചിരിഞ്ഞു. ഒരു നിമിഷം നിറഞ്ഞിരിക്കുന്ന കൈവെള്ളം നോക്കി രാജി അന്തം വിട്ടു. അത് മുഴുവൻ ചരൽക്കല്ലുകളായിരുന്നു. കയ്യിലെ കുപ്പി അവൾ തിരിച്ചു മറിച്ചു നോക്കി. അടുക്കളയിലെ അലമാരയിൽ നിന്ന് ലഭിച്ച അതേ കുപ്പി. ആശ്ചര്യം അടക്കാൻ വയ്യാതെ അവൾ അഭയനെ നോക്കി. കിടക്കയിൽ ഒരു പരിഹാസ ചിരിയുമായി തന്നെ നോക്കിയിരിക്കുകയായിരുന്ന അഭയനെ കണ്ടപ്പോൾ രാജിക്ക് കാര്യം പിടികിട്ടി. അഭയന്റെ മുന്നിലെ തോൽവിയും അവന്റെ പരിഹാസ ചിരിയും കൂടി ആയപ്പോൾ ദേഷ്യം എരിഞ്ഞു കയറിയ രാജി കയ്യിലെ കുപ്പിയും ചരൽക്കല്ലുകളും ഒന്നടങ്കം അഭയന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. ചരൽക്കല്ലുകൾക്കിടയിൽ നിന്ന് അവൻ രാജി എറിഞ്ഞ കുപ്പി പിടിച്ചെടുത്തു. ഉരുക്ക ഗുളിയുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം എനിക്കും തരൂ, തീരെ ഉറക്കമുള്ള അതുകൊണ്ടാ, അവൻ പറഞ്ഞു. തരാം, 2 എണ്ണമല്ല 19 എണ്ണം നിന്റെ തൊണ്ടക്കുഴിയിൽ താത്തി തരാം. പല്ല് കടിച്ചുകൊണ്ട് അവൾ തലയണ കൊണ്ട് അഭയന്റെ നേരെ എറിഞ്ഞിട്ട് കിടക്കയിൽ കമിഴ്ന്നു വീണു. രാജിയുടെ നേരെ ഒരു പുഞ്ചിരി പൊഴിച്ചിട്ട് അഭയനും കിടന്നു. ചാലക്കൽ വീട്ടിൽ രഘുവിനും പ്രിൻസിനും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകളോളമായി. രാജിക്ക് വേണ്ടി നാനാ വഴിക്കും അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും വിവരമുണ്ടോ പ്രിൻസ്? സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് കയറി വന്ന പ്രിൻസിനെ എതിരേറ്റത് രഘുവിന്റെ ഈ ചോദ്യമായിരുന്നു. രാജിയെ കാണാതായത് മുതലുള്ള ചോദ്യം. ഒരാഴ്ചയായി ലീവ് എടുത്ത് അവനും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രഘുവിന് രാജിയോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ തീവ്രത പ്രിൻസിന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എന്നത്തെയും പോലെ ഇന്നും മറുപടി പറയാൻ വിമിഷ്ടപ്പെട്ടു. ഇല്ലല്ലേ? പ്രിൻസ് നിസ്സഹായതയോടെ രഘുവിനെ നോക്കുക മാത്രം ചെയ്തു. ശവം പോലും നമ്മളെ കാണിച്ചുകൂടാന്ന് കരുതി കാണും. രഘു, നീ ഇങ്ങനെ അറം പറ്റുന്ന വർത്തമാനം പറയാതെ. ഇല്ല പ്രിൻസ്, അവളിൽ ജീവന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അനിയത്തിമാരെ കാണാൻ അവൾ എത്താതിരിക്കില്ല. അനിയത്തിമാര് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഭാര്യമാര് തന്നെയല്ലേ? അവജ്ഞയോടെ പ്രിൻസ് ചോദിച്ചു. രാജിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? അനിയത്തിമാര് അവളെ വെട്ടിയാൽ പോലും അവരെ വെറുക്കാൻ അവൾക്കാവില്ല. അങ്ങനെയാണ് അവൾ വളർത്തിക്കൊണ്ടുവന്നത്, രഘു പറഞ്ഞു. അല്ല, ഞങ്ങൾ ഈ വൈകുന്നേരം കാപ്പിയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി കാത്തു നിൽക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാ? അജിനയും ബിന്ദുവും പരാതിയും കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് അവർ സംസാരം അവിടെ അവസാനിപ്പിച്ചു. തീന്മേശയിൽ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും നിരന്നു. പുട്ടിൽ കടലച്ചാറ് ഒഴിച്ച് കുഴച്ച് വെട്ടി വിഴുങ്ങുന്ന അജിനെയും ബിന്ദുവിനെയും നോക്കിയപ്പോൾ അറിയാതെ രഘുവിന്റെ അണപ്പല്ലുകൾ ഒന്ന് ഞെരിഞ്ഞമർന്നു. എന്താ? രഘുവിന്റെ ഭാവമാറ്റം അജിനെ കണ്ടുപിടിച്ചു. ഏയ്, ഒന്നുമില്ല. അവനൊന്ന് ചുമൽ കുലുക്കി. പിന്നെ രഘുവേട്ടൻ എന്താ ഒന്നും കഴിക്കാത്തെ? പ്രിൻസും ഒന്നും തൊട്ടിട്ടില്ല. ബിന്ദു അജിനെ ഏറ്റുപിടിച്ചു. നിങ്ങൾക്ക് എങ്ങനെ വെട്ടി വിഴുങ്ങാൻ കഴിയുന്നു? സ്വന്തം കൂടപ്പിറപ്പ് അപ്രത്യക്ഷമായിട്ട് ആഴ്ചകൾ പലത് കഴിഞ്ഞു. എന്നിട്ട് ഇതേവരെ നിങ്ങളുടെ വായിൽ നിന്നും അവളെ പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായോ? രഘുവിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രാവും പകലും ചേച്ചി അന്വേഷിച്ച് നടക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെന്തിന് ഞങ്ങൾ അന്വേഷിക്കണം? സമ്മതിച്ചു, അന്വേഷിച്ച് നടക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. എങ്കിലും കാണാതായത് നിങ്ങളുടെ ചേച്ചിയെ തന്നെയല്ലേ? അപ്പോ ഞങ്ങളോടെങ്കിലും ഒരു അന്വേഷണമാകാമല്ലോ. രഘുവേട്ടൻ പറഞ്ഞത് ശരിയാ, കാണാതായത് ഞങ്ങളുടെ ചേച്ചിയെ തന്നെയാ. അപ്പോ ഞങ്ങൾക്കില്ലാത്ത വേവലാതിയും ദുഃഖവും ഒക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാരായ നിങ്ങൾക്ക് എന്തിനാണ്? അജിന് ചോദിച്ചു. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നാക്കുകൊണ്ടല്ല. രഘുവിന് കോപം വരാൻ തുടങ്ങിയിരുന്നു. ചേച്ചിയെ കാണാതായപ്പോ ഒരുപാട് സന്തോഷിച്ചു. ഇനിയെങ്കിലും സമാധാനത്തോടെ കഴിയാമല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ മരണം വരെ സമാധാനം വിധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അജിന പരിതപിച്ചു. നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ രാജി എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയണം. അതറിയാത്തിടത്തോളം കാലം നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകും. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോകാമായിരുന്നില്ലേ? എന്തിനാ മറ്റുള്ളവരുടെ സമാധാനം കെടുത്താനായിട്ട്? പറഞ്ഞു തീർന്നില്ല. രഘുവിന്റെ കൈ അജിനയുടെ കാരണക്കുറ്റി പുകച്ചു. അവക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കൊല്ലും, ഉറപ്പാ. അടികൊണ്ട കവിൾ തടവി അജിന പറഞ്ഞു. ഇനി രാജിയെ പറ്റി എന്തെങ്കിലും ഒരു അനാവശ്യ വാക്ക് നിന്റെ വായിൽ നിന്ന് വീണാൽ അതിനും മടിക്കില്ല ഞാൻ. ശോഭമൂത്ത രഘു മുഷ്ടി ചുരുട്ടി തീന്മേശയ്ക്കുമേൽ ശക്തിയായി നെടിച്ചിട്ട് അവിടെ നിന്നിറങ്ങി രാജിയുടെ വാട്ടം പറ്റിയ പച്ചക്കറിത്തോട്ടത്തിലേക്ക് നടന്നു. നിയന്ത്രണം തെറ്റിയ മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ അവൻ കണ്ടുപിടിച്ച ഉപാധിയാണ് ആ തോട്ടം.
അവിടെ ഇരുന്നാൽ രാജിയുടെ സാമീപ്യം അവൻ അറിയുന്നു. കുഞ്ഞുനാളിലെ ഓരോ കുസൃതിയും വലുതായപ്പോഴുള്ള ചില സുന്ദര നിമിഷങ്ങളും മനസ്സിലെ സ്നേഹം തുറന്നു കാട്ടാനുള്ള തന്റെ ഓരോരോ കോപ്രായങ്ങളും ഒടുവിൽ അവളെ നഷ്ടപ്പെട്ടപ്പോഴുള്ള ഹൃദയ നൊമ്പരവും എല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ അവന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു വന്നു. രഘു, എന്തൊരിപ്പാണിത്! രാത്രി ആയത് കണ്ടില്ലേ? പ്രിൻസ് വന്ന് വിളിച്ചപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. രഘു, ഞാനൊരു കാര്യം പറയട്ടെ? വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിൽ പ്രിൻസ് പറഞ്ഞു. എന്താ? നമുക്ക് പത്രം വഴി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? അത് വേണോ പ്രിൻസ്? അവൾ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പത്രവാർത്ത നിമിത്തം ആ സുഖം നഷ്ടപ്പെടില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യാനാ? ദിവസം കഴിയുന്തോറും പ്രതീക്ഷ മങ്ങുന്നത് നീയും അറിയുന്നില്ലേ? ഏതായാലും 2 ദിവസം കൂടി നോക്കാം. ഉമ്മറപ്പടി കയറുന്നതിനിടയിൽ രഘു പറഞ്ഞു. രാവിലെ ടൗണിലേക്ക് പോകാൻ പ്രിൻസിനോടൊപ്പം രഘുവും ഓട്ടോയിൽ കയറി. ഓട്ടോറിക്ഷ ഗേറ്റ് കടന്നപ്പോഴുണ്ട് പോസ്റ്റ്മാൻ മുന്നിൽ. അയാൾ ഒരു കത്തെടുത്ത് രഘുവിന് നേരെ നീട്ടി. രഘു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് തന്നെ കത്ത് വായിച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. നിർത്തണ, ഇവിടെ നിർത്തണ! സന്തോഷത്തോടെ അവൻ ഓട്ടോ ഓടിക്കുന്ന പ്രിൻസിന്റെ പുറത്തിനിട്ടിടിച്ചു. അവൻ പെട്ടെന്ന് ഓട്ടോ നിർത്തി. എടാ, ഇത് ആരുടെ കത്താണെന്ന് നിനക്കറിയാമോ? പ്രിൻസിന് നേരെ കയ്യിലുള്ള കത്ത് വിടർത്തി കുടഞ്ഞുകൊണ്ട് രഘു ചോദിച്ചു. ആരുടേതായാലും എനിക്കറിയണ്ട. നിനക്ക് വന്ന കത്തല്ലേ? വണ്ടി ഓടിക്കുമ്പോ പുറത്തിനിട്ടിടിച്ച ദേഷ്യത്താൽ പ്രിൻസ് മുഖം വെട്ടിച്ചു പറഞ്ഞു. രാജിയുടേതാണെങ്കിലോ? കത്ത് മടക്കി കീശയിലിരുന്നതിനിടയിൽ രഘു ചോദിച്ചു. രാജിയുടെ? പ്രിൻസിന്റെ കണ്ണിൽ പ്രകാശം പരന്നു. അതിൽ അവൾ എന്താ എഴുതിയിരിക്കുന്നത്? ആകാംക്ഷയോടെ അവൻ ചോദിച്ചു. എന്തായാലും എന്താ, എനിക്ക് വന്ന കത്തല്ലേ? രഘു പുറത്തേക്ക് നോക്കിയിരുന്നു. പറയടാ പ്ലീസ്. പ്രിൻസ് കെഞ്ചി. അവള് സുഖമായി ജീവിക്കുന്നുണ്ട്. എവിടെ? അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സുഖമായിരിക്കുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന് മാത്രം. ഹാവൂ, ആശ്വാസമായി. പ്രിൻസ് ഓട്ടോയിൽ നിന്നിറങ്ങി. നീ എവിടെ പോകുന്നു? ഓട്ടോറിക്ഷ വിട്. ഞാൻ ഏതായാലും ലീവ് പിൻവലിക്കാൻ പോകുന്നു. ഈ വിവരം അവരോടൊന്ന് പറയണ്ടേ? വേണ്ട പ്രിൻസ്, അവരിത് അറിയണ്ട. അറിഞ്ഞാ അവളുടെ പേരും പറഞ്ഞ് ഇനിയും വീട്ടിൽ കലഹമുണ്ടാകും. അതുകൊണ്ട് അവരുടെ മനസ്സിൽ രാജി മരിച്ചതായി തന്നെ കിടക്കട്ടെ. രഘു പറഞ്ഞതിന്റെ ശരി ഓർത്തിട്ട് പ്രിൻസ് തിരികെ ഓട്ടോയിൽ കയറി. ഓട്ടോ സ്റ്റാർട്ടാക്കി. മാസം 2 കഴിഞ്ഞു. ഇതിനിടയിൽ രാജിയുടെ പല ആത്മഹത്യാ ശ്രമങ്ങളും അഭയം കലക്കി. അവൾ എങ്ങോട്ട് പോകുന്നുണ്ടോ അവിടെ എല്ലാം അവളുടെ നിഴലായി അഭയനും ഉണ്ടാവും. കുറച്ചു നാളായി രാജിക്ക് അഭയനിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ട്. ഒന്നും വിട്ടുപറയുന്ന കൂട്ടത്തിലല്ല അയാൾ. വീട് വിദേശത്താണെന്നും വീട്ടിൽ അച്ഛനും അമ്മയും അനുജനും ഉണ്ടെന്നും മാത്രമാണ് അവനെക്കുറിച്ച് തനിക്കറിയാവുന്ന ആകെ കാര്യങ്ങൾ. അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും രാജിക്ക് മനസ്സിലാക്കിയെടുക്കാനായില്ല. തന്നോടുള്ള ഭ്രമത്താലാണ് പുറകെ നടക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരു സഹോദരിക്ക് തുല്യമായി തന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട്. വാക്കോ നോക്കോ പ്രവൃത്തിയോ കൊണ്ട് തനിക്ക് അപ്രിയമായതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഭൂതനിധിയെ കാക്കുന്നത് പോലെ അവൻ തന്നെ കാക്കുന്നു. എന്തിന്? അങ്ങ് വിദേശ രാജ്യത്തു നിന്നും ഏതോ ദൗത്യം ഏറ്റെടുത്ത് ഇവിടേക്ക് വന്ന അവൻ എന്തിന് തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നു? രാജി, ഞാൻ കുളിച്ചു. ഇനി രാജി വന്നോ? കുളിമുറിയിൽ നിന്ന് അഭയന്റെ ശബ്ദം ഉയർന്നു. തൽക്കാലം ചിന്തകളിൽ നിന്ന് മോചിതയായി രാജി കുളിമുറിയിലേക്ക് നടന്നു. അവൾ കുളിച്ചു വരുമ്പോഴേക്കും അഭയൻ ഫോണിലൂടെ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പതിവില്ലാത്ത വിധം അവന്റെ മുഖത്തെ തെളിച്ചം രാജി കണ്ടു. ഫോൺ സംഭാഷണം കഴിഞ്ഞ ഉടനെ അഭയൻ അടുക്കളയിലേക്ക് വന്നു. ഒരു സുഹൃത്താ എന്നെ വിളിച്ചത്. അവൻ നാളെ ഇവിടെ സന്ദർശിക്കാൻ വരുന്നെന്ന്. ഞാൻ എയർപോർട്ടിൽ ചെല്ലണമെന്ന്. രാജിക്ക് നാളെ ഒരു ദിവസം ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ വിഷമമില്ലല്ലോ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. അഭയൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. സന്തോഷം പുറമേ കാട്ടാതെ രാജി പറഞ്ഞു. ഞാൻ മറ്റന്നാളെ രാവിലെ തന്നെ എത്തും, അഭയൻ പറഞ്ഞു. രാവിലെ മുതലേ അഭയൻ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അടുക്കള പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒഴികെ ആ വീട്ടിൽ അഭയന്റേതായിട്ടുള്ള എല്ലാം ഒരു സൂട്ട് കേസിലും ലഗേജിലുമായി അടുക്കി വെച്ചു. ഇനി അഭയന്റേതായി ഒരു സാധനവുമില്ലല്ലോ ഇവിടെ. ഇതൊക്കെ എന്തിനാ? എല്ലാം കൊണ്ടുപോയി എയർപോർട്ടിൽ വിൽക്കാനാണോ? രാജി ചോദിച്ചു. ഏയ്, ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. എല്ലാം ഒന്ന് അടുക്കി വെച്ചെന്ന് മാത്രം, അഭയൻ പറഞ്ഞു. വൈകുന്നേരം 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് അഭയൻ പോകാൻ ഇറങ്ങിയത്. രാജി, ഞാൻ ഇറങ്ങട്ടെ? നാളെ വരുമ്പോഴേക്കും നീ ഇതെവിടെ തന്നെ കാണണം.
ചെറിയ ലഗേജുമായി മുറ്റത്തേക്ക് ഇറങ്ങിയ അഭയം പറഞ്ഞു, ഞാൻ വേറെ എവിടെ പോകാൻ അഭയ, ഇവിടെ തന്നെ കാണും. അഭയന്റെ കാറ് കണ്ണിൽ നിന്ന് മറിയുവോളം രാജി മുറ്റത്ത് നിന്നു. ഇന്ന് തന്റെ അവസാന രാത്രി. ഇനി ഏത് അഭയം വിചാരിച്ചാലും തന്നെ രക്ഷിക്കാനാവില്ല. അകത്ത് കിടക്കിയിലിരുന്ന് രാജി സ്വയം പറഞ്ഞു, ഈ കാട്ടിൽ ഒരൊറ്റ മനുഷ്യജീവി പോലും ഇതുവരെ കണ്ടിട്ടില്ല. അയയിലിട്ടിരിക്കുന്ന കോട്ടൺ സാരിയിലേക്കും ഉമ്മർത്ത് മച്ചിന്മേൽ പാകിയ ഈട്ടിപ്പലകയിലേക്കും രാജിയുടെ കണ്ണുകൾ നീണ്ടു. ആ ചെറിയ വീടിനെ ഭദ്രമാക്കുന്നതിന് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. അത് രണ്ടും അടച്ച് ഭദ്രമാക്കിയതിനു ശേഷമാണ് രാജി മുറിയിലേക്ക് വന്നത്. സമയം 8 മണി. അയയിൽ നിന്നെടുത്ത സാരിയുമായി രാജി സ്റ്റൂളിന്മേൽ കയറി. പലകയിൽ സാരിയുടെ ഒരറ്റം കെട്ടി ഉറപ്പ് ബോധ്യപ്പെട്ടു. മറ്റേ അറ്റം കഴുത്തിന് നേരെ കൊണ്ടുവന്ന് കൃത്യത തെളിയിച്ചതിനു ശേഷം കുരുക്കിട്ടു. അല്പസമയം എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചിട്ട് നിന്നിട്ട് രാജി തല ആ കുരുക്കിലേക്ക് കടത്തി. ഏയ് നിൽക്ക്, ഞാനും കൂടി ഒന്ന് റെഡിയാകട്ടെ. പുറകിൽ നിന്നൊരു ശബ്ദം. ഞെട്ടിപ്പോയ രാജി കുരുക്കിൽ നിന്ന് തലയൂരി തിരിഞ്ഞു നോക്കി. ഇപ്രാവശ്യം അവൾ കൂടുതൽ ഞെട്ടി. കാരണം പുറകിലായി വേറൊരു കുരുക്ക് കൂടി രൂപം കൊണ്ടിരിക്കുന്നു. ആ കുരുക്കിനുള്ളിൽ കാണുന്ന തല. രാജി നോക്കി, സൂക്ഷിച്ചു നോക്കി, വീണ്ടും വീണ്ടും നോക്കി. കൺമുന്നിൽ കാണുന്നത് സത്യമോ മിഥ്യയോ എന്നറിയാതെ രാജി ഒന്ന് പകച്ചു. പൊടുന്നനെ ആ തലയുടെ ഉടമ സ്റ്റൂളിൽ നിന്നിറങ്ങി രാജിയുടെ നേരെ അടിവെച്ചെടുത്തു. ഒരു നിമിഷം സന്തോഷം കൊണ്ട് വികസിച്ച രാജിയുടെ കണ്ണുകളിൽ പൊടുന്നനെ ക്രോധം ഇരച്ചു കയറി. അത് കൃഷ്ണരാജായിരുന്നു. ആരുടെയും അലമ്പില്ലാതെ സുഖമായി മരിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാനായിട്ട് കളഞ്ഞു അല്ലേ? രാജിക്കരയിൽ നിന്ന് ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി കൃഷ്ണരാജ് ചോദിച്ചു. ഈ അവസരം കളയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, പ്രത്യേകിച്ച് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ച നിന്നെ. പൊയ്ക്കോ, ഈ മുഖം എനിക്ക് കാണണ്ട. കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും വേണ്ട യാതൊന്നും ഈ വീട്ടിലില്ല. താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എല്ലാം കേൾക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോയി തരാമോ? തനിക്ക് പറയാനില്ലെങ്കിൽ എനിക്ക് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കേണ്ടത് പറഞ്ഞില്ലേ? ദേഷ്യത്തോടെ രാജി പറഞ്ഞു. കേൾക്കണം, കേട്ടേ തീരൂ. കൃഷ്ണരാജ് പറഞ്ഞു. നീ പറയുന്നതൊക്കെ അതുപോലെ വിശ്വസിച്ച പാവം പിടിച്ചൊരു പെണ്ണുണ്ടായിരുന്നു രാജി. അവളിപ്പോ ജീവിച്ചിരിപ്പില്ല. ഉള്ളിൽ നിന്ന് ഉയർന്ന തേങ്ങലടക്കി രാജി പറഞ്ഞു. ഇല്ല, എന്റെ രാജി ജീവിച്ചിരിപ്പുണ്ട്. അവളെ ഞാൻ മരണത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെയും ഒരാൾ എനിക്കുണ്ടായി. കാലിൽ നിന്ന് പോലും എന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന സ്നേഹധനനായ ഒരു ചെറുപ്പക്കാരൻ. അത് നീയായിരുന്നില്ല, അഭയൻ അല്ലേ? അഭയനെ എങ്ങനെ ഇവനറിയും? രാജിയുടെ മനസ്സിലുയർന്ന ചോദ്യത്തിന് കൃഷ്ണരാജ് തന്നെ ഉത്തരം കൊടുത്തു. അവനെ ഇങ്ങോട്ട് അയച്ചത് ഞാനായിരുന്നു. ഒരു നിമിഷം രാജിയുടെ മുഖമൊന്ന് വിളറി. അത് വകവയ്ക്കാതെ കൃഷ്ണരാജ് തുടർന്നു. ഞാൻ എല്ലാം പറയാം. വെറും 1 മണിക്കൂർ സമയം രാജി എനിക്ക് തന്നാ മതി. കേട്ട് കഴിഞ്ഞതിന് ശേഷവും മരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തടയില്ല. സത്യം. രാജിയുടെ കൈവെള്ളയിൽ അടിച്ച് അവൻ സത്യം ചെയ്തു. പുറത്ത് നല്ല നിലാവുണ്ട്, നമുക്ക് മുറ്റത്തിറങ്ങി സംസാരിക്കാം. യാന്ത്രികമായി കൃഷ്ണരാജിന് പുറകെ നടക്കുമ്പോൾ ഇത്ര കാലവും നിറഞ്ഞു വിതുമ്പിയിരുന്ന തന്റെ മനസ്സ് പെട്ടെന്ന് ശൂന്യമായതുപോലെ രാജിക്ക് തോന്നി. എന്തു പറയണം, എവിടെ തുടങ്ങണം എന്നൊന്നും നിശ്ചയമില്ല. എങ്കിലും ഞാൻ എന്റെ കഷ്ടകാലാരംഭത്തിൽ നിന്ന് തുടങ്ങുകയാണ്. മുറ്റത്തെ മഹാഗണി മരത്തിന്റെ ചുവട്ടിലിരുന്ന് കൃഷ്ണരാജ് കഥയ്ക്ക് തുടക്കമിട്ടു. അമ്മാവൻ മരിച്ചതോടെയാണ് എന്റെ കഷ്ടകാലം തുടങ്ങിയത്. അമ്മാവന്റെ മരണശേഷം 2 മാസമേ ആ വീട്ടിൽ തുടർന്നിട്ടുള്ളൂ. എങ്കിലും 2 വർഷം അനുഭവിക്കേണ്ടതൊക്കെ ആ 2 മാസം കൊണ്ട് അനുഭവിച്ചു തീർത്തു. ഒടുവിൽ മരണം മാത്രം പോംവഴി എന്ന ഘട്ടം വന്നപ്പോ അമ്മയുടെ ബാഗിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്ന 3000 രൂപയുമായി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് എനിക്ക് കിട്ടിയ വേഷം ഒരു ചുമട്ടുതൊഴിലാളിയുടേതായിരുന്നു. ആ വേഷം കൊണ്ട് ഞാൻ BA വരെ പഠിച്ചു. പഠനവും പണിയും ഒന്നിച്ച് നടക്കില്ല എന്ന് ബോധ്യമായതോടെ പഠനം നിർത്തി. അതിനിടയിൽ എന്തിനു പോന്ന കുറെ സുഹൃത്തുക്കളെയും കിട്ടി. പിന്നീട് ചുമടെടുത്തുനിന്ന് കിട്ടുന്ന കാശ് മുഴുവൻ സുഹൃത്തുക്കളോടൊപ്പം കൂടി വെള്ളമടിക്കാനും ചീട്ടുകളിക്കാനും സിനിമ കാണാനും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. 8-9 വർഷം അങ്ങനെ കടന്നുപോയി.
പിന്നെ പിന്നെ പണിയൊന്നുമില്ലാതെ വെറും ഓട്ടക്കയ്യനായി മാറിയപ്പോ കൂടെ നിന്ന സുഹൃത്തുക്കളെല്ലാം മുങ്ങി. ആകപ്പാട് തെണ്ടേണ്ടി വരുമോ എന്ന അവസ്ഥ വന്നപ്പോ മുംബൈയിലേക്ക് കള്ളവണ്ടി കയറി. ഭാഷ പോലും വശമില്ലാത്ത അവിടുത്തെ തെരുവീതികളിൽ അരിഞ്ഞു തിരിഞ്ഞ തന്റെ മുന്നിലേക്ക് രണ്ട് മലയാളികൾ എത്തി. അവരുമായുള്ള ചങ്ങാത്തമാണ് കിരൺ കൃഷ്ണൻ എന്ന ഞാൻ കൃഷ്ണരാജായി മാറാൻ കാരണമായത്. കിരൺ കൃഷ്ണൻ? രാജി ചോദിച്ചു. അതെ, എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേരായിരുന്നു അത്. ആ പേര് അവർ മാറ്റി. ആര്? രാജിയുടെ ചോദ്യം ചെവിയിൽ പതിയുന്നതിനു മുമ്പ് കൃഷ്ണരാജിന്റെ മനസ്സ് മുംബൈയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി കഴിഞ്ഞിരുന്നു. സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും നിന്ന് ഒരുവിധം പുറത്തു കടന്ന കിരൺ കൃഷ്ണൻ എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. കുറെ നടന്നപ്പോ വഴിയരികിൽ ഓല കൊണ്ട് മറച്ച് ചെറിയൊരു ഹോട്ടൽ കണ്ടു. അവൻ ആ ഹോട്ടലിലേക്ക് കയറി. വല്ലതും കഴിക്കാനാണ് കയറിയതെങ്കിലും ഭാഷ ഒരു പ്രശ്നമായി. എങ്കിലും അറിയാവുന്ന ഹിന്ദിയിൽ അവൻ ഹോട്ടൽ ബോയിയോട് ചായയും പലഹാരവും ചോദിച്ചു വാങ്ങിച്ചു. വലിയ വലിയ ഹോട്ടലുകളെക്കാളും മെച്ചം ഇത്തരം ഹോട്ടൽ തന്നെ. തലേനാളത്തെ ചോറ് കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളൊന്നും ഇവിടെ കാണാൻ വഴിയില്ല. തൊട്ടടുത്തിരുന്ന രണ്ടുപേരുടെ സംസാരം മലയാളമായതിനാലാകണം കിരൺ കൃഷ്ണൻ അവരെ ശ്രദ്ധിച്ചു. നീ ഇവിടെ പുതിയതാണോ? കിരൺ കൃഷ്ണൻ നോക്കി അതിലൊരുവൻ ചോദിച്ചു. അതെ, കിരൺ കൃഷ്ണൻ പറഞ്ഞു. തനിച്ചേ ഉള്ളോ? അടുത്തയാളുടെ ചോദ്യം. എന്തെങ്കിലും ജോലി തരപ്പെടുമോന്ന് കരുതി വന്നതാ. എന്നിട്ട് വല്ലതും തരപ്പെട്ടോ? ഇല്ല. ഞങ്ങളുടെ ബോസ് വിചാരിച്ച നിനക്കൊരു ജോലി ഉറപ്പാ. പക്ഷെ ഒന്നുണ്ട്, അദ്ദേഹം പറയുന്ന ജോലി അതെന്തായാലും ചെയ്യാൻ നീ തയ്യാറാകേണ്ടി വരും. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. അത് ഏത് ജോലി ആയാലും ഞാൻ ചെയ്യും, സന്തോഷത്തോടെ കിരൺ കൃഷ്ണൻ പറഞ്ഞു. എങ്കിൽ വരൂ. ഒരു കറുത്ത ടൊയോട്ട കാറിലായിരുന്നു കിരൺ കൃഷ്ണനെ അവർ കൊണ്ടുപോയത്. പുറം കാഴ്ചകൾ കാണാതെയുള്ള ആ യാത്ര അവസാനിച്ചത് വലിയൊരു തുരങ്കത്തിനുള്ളിലാണ്. അതിനുള്ളിൽ തന്നെയുള്ള വലിയൊരു ഹാളിലേക്കായിരുന്നു കിരൺ കൃഷ്ണനെ അവർ എത്തിച്ചത്. ഹാളിന്റെ മധ്യത്തിലായുള്ള തിളങ്ങുന്ന ഇരിപ്പിടത്തിൽ അവരുടെ ബോസ് ഇരുന്നിട്ടുണ്ടായിരുന്നു. ചുറ്റും അംഗരക്ഷകരാണെന്ന് തോന്നിക്കുമാറ് 5-6 പേരും. ബോസ്, ഇവൻ ജോലി അന്വേഷിച്ച് വന്നാണ്. എന്ത് ജോലിയും ചെയ്യാമെന്നാണ് പറയുന്നത്, അവിടെ എത്തിച്ചവർ പറഞ്ഞു. മിടുക്കൻ. എന്താ പേര്? ബോസ് ചോദിച്ചു. കിരൺ കൃഷ്ണൻ, അവൻ പറഞ്ഞു. കിരൺ കൃഷ്ണൻ. ബോസ് പേരൊന്ന് ആവർത്തിച്ചു. ആ പിന്നെ കിരൺ കൃഷ്ണൻ, നമ്മുടെ സംഘത്തിൽ ഒരാൾക്കും സ്വന്തം പേരില്ല. ഇവിടുത്തെ ഓരോ അംഗത്തിന് പേരിടുന്നത് ഈ ബോസ് ആയിരിക്കും. അപ്പോൾ ഇന്നു മുതൽ നീ കൃഷ്ണരാജ് എന്ന പേരിൽ അറിയപ്പെടും. യാതൊരു കാരണവശാലും ഇനി ഒരിക്കലും കിരൺ കൃഷ്ണൻ എന്ന പേര് ആരും ഉച്ചരിക്കാൻ ഇടവരരുത്. അതിപ്പോ പേരൊക്കെ മാറ്റി പറയുക എന്ന് വെച്ചാ? കിരൺ കൃഷ്ണന്റെ നാസികയിൽ ഏതോ ആപത്തിന്റെ മണമടിച്ചു. ചെ എന്താ കൃഷ്ണരാജ് ഇത്? ബോസ് പറയുന്നതിന് എതിർവാക്ക് പറയുകയോ? ആ, സാരമില്ല, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് പഠിക്കാൻ നിനക്ക് 1 മാസത്തെ സമയം തരാം. അത് കഴിഞ്ഞാൽ നിനക്കുള്ള ജോലി തരും, ബോസ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ദിവസങ്ങളും ആഴ്ചകളും കടന്നു. ഇതിനിടയിൽ അവിടുത്തെ ചട്ടങ്ങളൊക്കെ കിരൺകൃഷ്ണൻ മനസ്സിലാക്കി. അവിടെയുള്ള മുഴുവൻ പേരുടെയും കടിഞ്ഞാൻ മനുഷ്യക്കരടിയെ ഓർമ്മിപ്പിക്കും വിധം ശരീരമുള്ള ആജാനുബാഹുവായ ബോസിന്റെ കയ്യിലായിരുന്നു. അയാൾ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ച് അവിടെയുള്ളവർ നീങ്ങുന്നു. എന്നാൽ ഒന്ന് മാത്രം കിരണിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, സംഘത്തിലുള്ളവരുടെ ജോലി എന്താണെന്ന്. അതാരും അവന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഈ മാസം 30-ാം തീയതി നീ അതറിയും എന്നാണ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 30-ാം തീയതിയും വന്നെത്തി. അന്ന് രാവിലെ 10 മണിക്ക് പഴയ ഹാളിൽ എല്ലാവരും ഒത്തുകൂടി. അതേസമയം പുറത്തൊരു കാറ് വന്നതിന്റെ ശബ്ദം കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിലൊരു സൂട്ട് കേസുമായി ഒരു ചെറുപ്പക്കാരൻ ആ ഹാളിന്റെ വാതിൽക്കൽ വന്നു. വെൽക്കം മുത്തുരാജ്, വെൽക്കം. ബോസിന്റെ അനുമതി കിട്ടിയതോടെ ആ ചെറുപ്പക്കാരൻ ഹാളിലേക്ക് വന്ന് ബോസിനും മറ്റംഗങ്ങൾക്കും മധ്യത്തിലായുള്ള പട്ടുതുണി വിരിച്ച മേശമേൽ സൂട്ട് കേസ് വെച്ച് മാറി നിന്നു. നടക്കുന്നതൊക്കെ ഒരു നാടകത്തിന്റെ റിഹേഴ്സലാണോ എന്നുള്ള സംശയത്തോടെ കിരൺ കൃഷ്ണൻ അവരോടൊപ്പം ഇരുന്ന് അവിടെ നടക്കുന്നതൊക്കെ അത്ഭുതത്തോടെ കണ്ടു. ബോസ് ആ സൂട്ട് കേസ് തുറക്കുമ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ കിരൺ കൃഷ്ണൻ അതിനകത്തേക്ക് എത്തി നോക്കി. അതിൽ നിറയെ അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകളായിരുന്നു. അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നോട്ടുകെട്ടുകൾ തുല്യമായി വീതിച്ചത് ബോസ് ആയിരുന്നു.
ഒടുവിൽ ഒരു ജോലിയും ചെയ്യാതെ 1 മാസത്തോളം ആർഭാടമായി അവിടെ കഴിഞ്ഞ കിരൺകൃഷ്ണനും കിട്ടി എല്ലാവർക്കും കിട്ടിയ പോലത്തെ ഒരു പങ്ക്. ബോസ് കയ്യിൽ വെച്ചു കൊടുത്ത നോട്ടുകെട്ടുകളെ കിരൺകൃഷ്ണൻ അമ്പരപ്പോടെ നോക്കി. ആദ്യമായിരുന്നു അവന്റെ കയ്യിൽ അത്രയും കാശ് ഒരുമിച്ച് കിട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ മാസം ഇതോടെ തീരുകയാണ്. അടുത്ത താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് നമ്മുടെ ജോലി എന്താണെന്ന് കൃഷ്ണരാജിനെ പരിചയപ്പെടുത്താം. കാരണം അടുത്ത നമ്പർ നിനക്കാണ്, ബോസ് പറയാൻ തുടങ്ങി. ആദ്യമായി നാട്ടിലെ ഏതെങ്കിലും നിർധനരായ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. ശേഷം ഇവിടുത്തെ അംഗങ്ങളുടെ സഹകരണത്തോടെ അവളെ വിവാഹം കഴിക്കണം. 1 മാസത്തെ അവിടുത്തെ സുഖവാസം കഴിഞ്ഞ് തിരികെ താവളത്തിലേക്ക് മടങ്ങുമ്പോൾ ഇതുപോലെ നോട്ടുകെട്ടുകൾ നിറച്ചൊരു സൂട്ട് കേസ് നിന്റെ കയ്യിലുണ്ടായിരിക്കണം. അത് വിഹിതം വയ്ക്കുന്നതോടുകൂടി നമ്മൾ ആ താവളത്തിലെ ജീവിതത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടും. ബോസിന്റെ വിശദീകരണത്തിന് തിരശീല വീണു. താൻ അകപ്പെട്ടിരിക്കുന്ന കെണി എത്ര വലുതാണെന്ന് കിരൺകൃഷ്ണൻ അറിഞ്ഞു. അവന്റെ നോട്ടുകെട്ടുകളിലിരുന്ന കൈ വിറച്ചു. സോറി ബോസ്, നിങ്ങളുടെ ജോലി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. കോടി രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും ഈ ജോലി എനിക്ക് വേണ്ട. കിരൺകൃഷ്ണൻ നോട്ടുകെട്ടുകൾ ബോസിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. പിന്നെ സാവധാനം തിരിഞ്ഞു നടന്നു. വാതിൽക്കുകളോളം എത്തിയില്ല. പിന്നിൽ നിന്ന് ഉയർന്ന വെടിശബ്ദം അവന്റെ കാതടപ്പിച്ചു. ഞെട്ടിത്തെറിഞ്ഞ കിരൺകൃഷ്ണന് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. ബോസിന്റെ കയ്യിലെ പിസ്റ്റൾ തന്റെ നേർക്ക് നീണ്ടിരിക്കുന്നു. പാവം, നിരപരാധിയായ പ്രതിമയുടെ തല നിനക്ക് വേണ്ടി തകർത്തു. വെടികൊണ്ട് തകർന്ന പ്രതിമയെ നോക്കി ബോസ് പറഞ്ഞു. ഇനി പറയൂ, നിനക്ക് ഇവിടുന്ന് പോകണോ? നെഞ്ചിന് നേരെ ചൂണ്ടപ്പെട്ട പിസ്റ്റളിൽ നോക്കി കിരൺകൃഷ്ണൻ വിറപൂണ്ടു. കൃഷ്ണേ, മുട്ടിനിടയിൽ മുഖം പൂഴ്ത്തി കണ്ണീര് വാർക്കുകയായിരുന്ന കൃഷ്ണരാജിനരികിൽ മുട്ടുകുത്തിയിരുന്ന് അവന്റെ തലമുടിയിൽ വിരലോടിച്ച് രാജി വിളിച്ചു. സാരമില്ല, ഞങ്ങളെ ചതിച്ചിട്ടാണെങ്കിലും നീ നിന്റെ ജീവൻ രക്ഷിച്ചല്ലോ, അവൾ പറഞ്ഞു. രാജി, നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു ഞാൻ നിങ്ങളെയൊക്കെ ചതിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന്? കൃഷ്ണരാജിന്റെ ചോദ്യത്തിന് രാജിയിൽ നിന്ന് ഏറെ നേരം പ്രതികരണമൊന്നും ഉണ്ടായില്ല. കൃഷ്ണയോട് എനിക്ക് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. എല്ലാം എന്റെ വിധിയാണ്. ഈ നേരം അത്രയും നിന്റെ കഥയ്ക്ക് വേണ്ടി എന്റെ 2 ചെവിയും ഞാൻ തന്നു. ഇനി നീ സമ്മതിച്ച പോലെ എന്റെ ഉദ്യമത്തിന് വിലങ്ങുതടിയാകാതെ പൊയ്ക്കൂടെ? യാചിക്കുകയായിരുന്നു രാജി. ആയില്ല, കുറച്ചു സമയം കൂടി തരണം, കൃഷ്ണരാജ് പറഞ്ഞു. അല്പനേരം വിദൂരതയിൽ കണ്ണു തറപ്പിച്ചതിന് ശേഷമാണ് അവൻ വീണ്ടും തുടർന്നത്. നെഞ്ചിന് നേരെ ചൂണ്ടപ്പെട്ട പിസ്റ്റളിൽ നിന്ന് ഉതിരുന്ന വെടിയുണ്ടകളെ പേടിച്ച് സംഘത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ബോസിന് ഞാൻ വാക്കുകൊടുത്തു. വിവാഹം കഴിഞ്ഞതോടുകൂടി ബോസിന് കൊടുത്ത വാക്കിന്റെ കാര്യമൊക്കെ ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാതായപ്പോ, അച്ഛനെ കാണുമ്പോഴൊക്കെ സ്വന്തം അച്ഛൻ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് തോന്നിയപ്പോ, കുഞ്ചിക്കാനും ശകാരിക്കാനും 2 അനുജത്തിമാരെ കിട്ടിയപ്പോ എല്ലാം എല്ലാം ഞാൻ മറവിയുടെ കയത്തിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചു. ഒരിക്കൽ വാതിൽവിടവിൽ നിന്ന് കിട്ടിയ ഭീഷണി കത്ത് എന്റെ കണക്കുകൂട്ടൽ മണത്തറിഞ്ഞ ബോസ് എനിക്ക് വേണ്ടി വച്ചതായിരുന്നു. എന്നിട്ടും ഞാൻ അവരെ അവഗണിച്ചപ്പോഴാണ്. തനിക്ക് ഓർമ്മയില്ലേ ഒരു ദിവസം എനിക്കുള്ള ഗിഫ്റ്റുമായി വീട്ടിൽ വന്ന ചെറുപ്പക്കാരെ? അന്ന് പാർട്ടി തരണമെന്ന് പറഞ്ഞ് അവരെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് ബോസിനരികിലേക്കാണ്. അവരോടൊപ്പം കാറിൽ കയറുമ്പോ ഇനി ഒരു തിരിച്ചുവരവില്ലാന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ കാറ് താവളത്തിലെത്തുവോളം എല്ലാവരും മൂകരായിരുന്നു. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന കുറ്റവാളികളുടെ മനസ്സായിരുന്നു കിരൺകൃഷ്ണനോട്. ബോസിന്റെ തീ പാർന്ന കണ്ണുകളെ തന്റെ ഇടത്തോടെ അവൻ നേരിട്ടു. ബോസിന്റെ കണ്ണിൽ മുളകുപൊടി തൂവാൻ മാത്രം ഇവിടെ ആരും വളർന്നിട്ടില്ല. അങ്ങനെ ഒരാളെ വളരാൻ ബോസ് അനുവദിച്ചിട്ടില്ല. എങ്കിലും തുടക്കത്തിൽ വന്ന പാളിച്ചയാണെന്ന് കരുതി ഒരവസരം കൂടി നിനക്ക് തരുന്നു. ഒരു 15 ദിവസം, ബോസ് പറഞ്ഞു. 15 ദിവസം പോയിട്ട് തന്റെ 15 മാസം പോലും എനിക്ക് വേണ്ട. രാജി ഞാൻ താലി കെട്ടിയ പെണ്ണാണ്. അവളെയും കുടുംബത്തെയും വഞ്ചിച്ചുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട. കിരൺകൃഷ്ണന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. പൊടുന്നനെ ബോസിന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. ശരി, മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ, ബോസിന്റെ ഘനമുള്ള ശബ്ദം അവിടെ മുഴങ്ങി. മരിക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്, വീറോടെ കിരൺകൃഷ്ണൻ പറഞ്ഞു. അതിനിടയിൽ പളനി എന്തോ ഒരു സാധനം ബോസിന്റെ കയ്യിൽ കൊടുക്കുന്നതും ബോസ് അത് മേശമേൽ വയ്ക്കുന്നതും കിരൺകൃഷ്ണൻ കണ്ടു. അതൊരു റിമോട്ട് പോലെ തോന്നിക്കുന്നതായിരുന്നു. നിനക്ക് തരാനായി ഒരു ഗിഫ്റ്റ് ഇവരുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടിരുന്നു. നീ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിന്റെ ഭാര്യയുടെ കയ്യിലാണ് അത് ഏൽപ്പിച്ചത്. ഇപ്പോ
അവരത് അഴിച്ചു നോക്കിയിട്ടുണ്ടാവും. അത്രയും ഭംഗിയുള്ള ഒരു ക്ലോക്ക് അവരിതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. പാവം, അവർക്കറിയില്ലല്ലോ അതിലുള്ളത് ആ വീട് മുഴുവൻ ഭസ്മമാക്കാൻ ഉതകുന്ന ശക്തിയേറിയ ബോംബാണെന്ന്. ബോസ് ഒരു വിടല ചിരി ചിരിച്ചു. കിരൺ കൃഷ്ണന്റെ കണ്ണുകളിൽ അപകട സൂചന തെളിഞ്ഞു. ബോസ് മേശമേൽ നിന്ന് റിമോട്ട് എടുത്തു. ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടായിക്കൂടെ നിന്റെ മരണം? ബോസിന്റെ കൈവിരൽ റിമോട്ടിന്റെ സ്വിച്ചിലേക്ക് നീണ്ടു. നോ! കിരൺ കൃഷ്ണൻ അലറി. എന്താ? ഒന്നും അറിയാത്തതുപോലെ ബോസ് ചോദിച്ചു. അരുത്, കിരൺ കൃഷ്ണൻ പറഞ്ഞു. ബോസ് ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. വേണ്ട, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം. ബോസ് നീട്ടിയൊന്ന് മൂളി. നിങ്ങൾ തന്ന ഒരു അവസരം കൂടി ഞാൻ എടുക്കുന്നു. കൃത്യം 15ാമത്തെ ദിവസം ഞാൻ തിരിച്ചു വരും, കയ്യിൽ നോട്ടുകെട്ടുകൾ നിറച്ച സൂട്ട് കേസുമായി. മിടുക്കൻ. ഇനിയും മറ്റൊരു സമ്മാനപ്പതിയുമായി അങ്ങോട്ട് വരാൻ ഇടയാക്കരുത്. കിരൺ കൃഷ്ണന്റെ ചുമലിൽ സൗഹൃദപൂർവ്വം തട്ടി ബോസ് പറഞ്ഞു. അപ്പോൾ കൃഷ്ണയ്ക്ക് തരാനായി അവരെന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ബോംബായിരുന്നു? മിഴിഞ്ഞ കണ്ണുകളോടെ രാജ് ചോദിച്ചു. കൃഷ്ണരാജ് മിണ്ടിയില്ല. അവനപ്പോൾ വേറെ ഏതോ ലോകത്തായിരുന്നു. കാശും കൊണ്ട് അന്ന് വീട്ടിൽ നിന്നിറങ്ങിയ നിമിഷം അവൻ മനസ്സിലോർത്തു. വാക്കു കൊടുത്തതിന് ഒരു ദിവസം മുമ്പ് തന്നെ യാതൊരു അറിയിപ്പും കൊടുക്കാതെ താവളത്തിലെത്തുകയായിരുന്നു. ബോസ്, ഇതാ ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ഈ സൂട്ട് കേസ് നിറയെ നോട്ടുകെട്ടുകളാണ്. താവളത്തിന് പുറത്തു നിന്നുകൊണ്ട് കിരൺ കൃഷ്ണൻ വിളിച്ചു പറഞ്ഞു. പിന്നീട് അവൻ കാശി വിഹിതം വയ്ക്കുന്ന ഹാളിനരികിലേക്ക് നടന്നു. അപ്പോഴേക്കും എല്ലാവരും അവിടെ ഹാജരായി കഴിഞ്ഞിരുന്നു. കിരൺ കൃഷ്ണൻ അകത്തേക്ക് കടന്നില്ല. എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു പാവ മനുഷ്യനെ ചതിച്ചു കിട്ടിയ കാശാണിത്. ഇതിൽ നിന്നൊരു 5 പൈസ എനിക്ക് വേണ്ട. ഇതാ പിടിച്ചോളൂ. വാതിൽക്കൽ നിന്നവൻ ആ സൂട്ട് കേസ് ബോസിന് നേരെ കശക്കി എറിഞ്ഞു. പിന്നീട് അര നിമിഷം പോലും പാഴാക്കാതെ അവിടെ നിന്നിറങ്ങി ഓടി. പളനി, മുത്തു, വേള, പിടിയാവനെ! ഹാളിൽ നിന്നും ബോസിന്റെ ആക്രോശം കേട്ടു. ശക്തി മുഴുവൻ സംഭരിച്ച് കിരൺ കൃഷ്ണൻ ഓടി. പിന്നിൽ നിന്ന് വരുന്ന കനത്ത കാലടി ശബ്ദങ്ങൾ തന്നോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കിരൺ കൃഷ്ണൻ മനസ്സിലാക്കി. ഉടനെ പുറകിൽ നിന്നും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അവയിൽ നിന്ന് രക്ഷപ്പെടാൻ കിരൺ കൃഷ്ണൻ വളഞ്ഞും പൊളഞ്ഞും മരങ്ങളുടെ മറവ് പറ്റിയും ഓടി. അധിക ദൂരം അങ്ങനെ ഓടാനായില്ല. തുരുതുരാ ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകളിൽ 1-2 അവന്റെ ശരീരം തുളച്ചു. 4-5 ചുവട് വേച്ചു പോയ കിരൺ കൃഷ്ണൻ ഒരു പാറക്കല്ലിന്മേൽ കമിഴ്ന്നടിച്ചു വീണു. ബോസും കൂട്ടരും എത്തിയപ്പോൾ അവന്റെ ശരീരം നിശ്ചലമായിരുന്നു. ഇതിവിടെ കടന്നാൽ നമുക്ക് ആപത്താണ്, അനുയായികളോടായി ബോസ് പറഞ്ഞു. ഇപ്പൊ 7 മണി. ഇരുട്ട് പരന്നതുകൊണ്ട് എല്ലാം വിചാരിച്ചതുപോലെ നടത്താൻ പ്രയാസമുണ്ടാകില്ല. പാക്കിംഗ് തുടങ്ങിക്കോളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടം വിടണം. ബോസിന്റെ ആജ്ഞപ്രകാരം അനുയായികൾ പ്രവർത്തിച്ചു. 8 മണിക്ക് അവർ അടുത്ത താവളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കവലയിലെ 3 കൂടിയ റോഡിൽ കാറ് നിന്നു. കാറിൽ നിന്ന് 2 പേര് ഇറങ്ങി ഡിക്കി തുറന്ന് അതിനുള്ളിലുള്ള കിരൺ കൃഷ്ണന്റെ ശരീരം താങ്ങിക്കൊണ്ടുവന്ന് റോഡിൽ വിലങ്ങനെ ഇട്ടു. ജന്തുവിന്റെ മേലേക്കൊന്ന് കയറ്റിയിട്ട് റിവേഴ്സ് എടുത്തോ, വല്ല വണ്ടിയും തട്ടി കാറ്റ് പോയതാണെന്ന് ജനം ധരിച്ചോളും. ബോസിന്റെ നിർദ്ദേശം മാനിച്ച ഡ്രൈവർ ഗിയർ ഒന്ന് മാറ്റി കിരൺ കൃഷ്ണന്റെ ദേഹത്തേക്ക് കാറ് കയറ്റാൻ തുടങ്ങുമ്പോഴേക്കും മറ്റൊരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം അവിടങ്ങളിലാകെ വ്യാപരിച്ചു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഡ്രൈവർ ബോസിന്റെ അനുമതിയോടെ ആ ഉദ്യമം ഉപേക്ഷിച്ച് വലതുവശത്തെ ഇട റോഡിലേക്ക് തിരിച്ചു. അതേസമയം തന്നെ ഓവർ സ്പീഡിൽ വരികയായിരുന്ന ഒരു ജീപ്പ് കിരൺ കൃഷ്ണനെ തൊട്ടില്ല എന്ന മട്ടിൽ സഡൻ ബ്രേക്ക് ഇട്ടു. അതിലുണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ കിരൺ കൃഷ്ണനെ ഹോസ്പിറ്റലിലാക്കി. ഡോക്ടർമാർ അവന്റെ കക്ഷത്തിന് താഴെ നിന്നും പുറം ഭാഗത്തു നിന്നും 2 ബുള്ളറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് നീക്കി. ആശുപത്രി കിടക്കയിൽ വെച്ച് തലേനാളത്തെ സംഭവം അവൻ ഓർത്തു. വെടികൊണ്ട് വീണതുവരെ ഭംഗിയായി അവൻ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളൊക്കെ കട്ടിയായൊരു മൂടൽ വന്ന് മറയ്ക്കുന്നു. ആരായിരിക്കും തന്നെ ഇവിടെ എത്തിച്ചത്? കിരൺ കൃഷ്ണൻ ചിന്തിച്ചു. ഈ ഗുളിക കഴിച്ചോളൂ. ഒരു നഴ്സ് വന്ന് 3 ഗുളികയും 1/2 ഗ്ലാസ് വെള്ളവും മേശമേൽ വച്ചിട്ട് പോയി. അവിടുന്ന് രക്ഷപ്പെടാനുള്ള ആലോചനയ്ക്കിടയിൽ അവൻ ആ ഗുളികയുടെ കാര്യം മറന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളികയുമായി മുറിയിലേക്ക് വന്ന നഴ്സ് രാവിലെ കൊണ്ടുവച്ച ഗുളിക അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് കണക്കറ്റി ശകാരിച്ചു. പോയി പണി നോക്കടി. ശകാരം കഴിഞ്ഞ് മുറി വിട്ടിടങ്ങാൻ തുടങ്ങിയ നഴ്സിന്റെ പുറകുവശം നോക്കി അവൻ ഒരാട്ട് വെച്ചു കൊടുത്തു. അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ. അന്ന് രാത്രി തന്നെ ഡോക്ടർമാരെയും നഴ്സുമാരെയും വിദഗ്ധമായി കബളിപ്പിച്ചിട്ട് കിരൺ കൃഷ്ണൻ ഹോസ്പിറ്റൽ ചാടി.
ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്ന ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പലയിടങ്ങളിൽ അന്വേഷിച്ചു. ജോലി കിട്ടിയ നിങ്ങളുടെ കാശ് തിരികെ തന്ന് എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പിന് അപേക്ഷിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അവസാനം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എനിക്ക് മരണം മാത്രം ഫോൺ വഴി എന്ന് ഘട്ടം വന്നപ്പോഴാണ് അപ്രതീക്ഷമായി ഗൾഫിലേക്കുള്ള ഒരു വിസിറ്റിംഗ് വിസ കയ്യിൽ വന്നു ചേരുന്നത്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, പറന്നു ഗൾഫിലേക്ക്. ഒന്ന് നിർത്തിയ ശേഷം കൃഷ്ണരാജ് രാജിയെ നോക്കി. വിദൂരതയിൽ മിഴികൾ നട്ടിരിക്കുകയായിരുന്നു അവൾ. അവിടെ എത്തിയ ഉടനെ പണം വാരിക്കൂട്ടാമെന്ന എന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു. മരുഭൂമിയിലെ ദേഹം കുമിളിക്കുന്ന ചൂടിൽ ചോര നീരാക്കി പണിതിട്ടും മിച്ചം വെക്കാൻ വിരലിലെണ്ണാവുന്ന കാശേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 വർഷം കടന്നുപോയി. അതിനിടയിലാണ് വർഷങ്ങളായി അവിടെ സ്ഥിര താമസമാക്കിയിട്ടുള്ള ഒരു തമിഴ് കുടുംബത്തെ പരിചയപ്പെടുന്നത്. ഒരു കണക്കിന് ആ കുടുംബമായിരുന്നു എന്റെ ഉയർച്ചയ്ക്കെല്ലാം കാരണമായത്. ദിവസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു കമ്പനിയിലെ മാനേജർ സ്ഥാനം തനിക്ക് നൽകിയത് അവരായിരുന്നു. 5 വർഷം കൊണ്ട് സമ്പാദിക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി സമ്പാദിച്ചു. പിന്നീടുള്ള ചിന്ത എങ്ങനെ ഇവിടെ വന്ന് ഫേസ് ചെയ്യണം എന്നതിനെ കുറിച്ചായി. അങ്ങനെ ഇരിക്കെ ഒരു സായാഹ്ന സവാരിക്കിടയിൽ ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയോട് രാജി അറിയും, അഭയൻ, അവനോട് ഞാൻ എന്റെ കഥ പറഞ്ഞു. അന്ന് രാത്രി നാട്ടിലേക്ക് വരുന്ന കാര്യത്തെപ്പറ്റി ഞാൻ അവരോട് സൂചിപ്പിച്ചു. അതിനെ അവർ ഒന്നടങ്ക് എതിർത്തു. നല്ലൊരു ജോലിയുള്ളത് കളഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണ്ടെന്നും ഇവിടെ തന്നെ ഒരു വീട് വെച്ചിട്ട് ഭാര്യയും കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും മറ്റുള്ള ഉപദേശമായിരുന്നു അവരെനിക്ക് തന്നത്. പക്ഷേ നിങ്ങളുടെ വിവരമൊന്നും അറിയാതെ വീട് പണി തുടങ്ങാൻ എന്റെ മനസ്സ് ആഗ്രഹിച്ചില്ല. അങ്ങനെ ഞാനും അഭയനും ഒരു ദിവസം ഇങ്ങോട്ട് വന്നു. 3 ദിവസം പകൽ ഈ വീട്ടിലും രാത്രിയിൽ ചാലക്കൽ വീടിന് ചുറ്റും ഞങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ദിവസത്തെ യാത്രയിലും അവിടുത്തെ തന്റെ ജീവിതം കണ്ണുനീരിനിടയിലൂടെ ഞാൻ കണ്ടു. അപ്പൊ തന്നെ കൈപിടിച്ച് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരണമെന്ന് ചിന്തിച്ചതാണ്. അഭയൻ സമ്മതിച്ചില്ല. വീടുപണി പൂർത്തിയാകും വരെ തന്റെ സംരക്ഷണ ചുമതല അവൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് എനിക്ക് വാക്ക് തന്നു. അങ്ങനെ ഈ വീട്ടിൽ അഭയനെ തനിച്ചാക്കി വീണ്ടും ഞാൻ ഗൾഫിലേക്ക് തന്നെ മടങ്ങി. ഇത്ര നേരം സംസാരിച്ചതിന്റെ ക്ഷീണമകറ്റാനെന്നോണം കൃഷ്ണരാജ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. ശേഷം പതിയെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഈ കേൾക്കുന്നതൊക്കെ സിനിമാ കഥയാണോ അതോ കൃഷ്ണയുടെ ജീവിതകഥ തന്നെയാണോ എന്ന സംശയത്തിൽ രാജിയും എഴുന്നേറ്റ് കൃഷ്ണരാജിനെ അനുഗമിച്ചു. തിരികെ മുറിക്കുള്ളിൽ കയറി കൃഷ്ണരാജ് വാതിൽ വലിച്ചടച്ചു. ഉമ്മറത്തെ 1-2 ചാൽ ഉലാത്തൽ കഴിഞ്ഞ ശേഷമാണ് കൃഷ്ണരാജ് വീണ്ടും ശബ്ദിച്ചത്. അങ്ങനെ സമ്പന്നരുടെ നാട്ടില് രാജകൊട്ടാരം പോലെയുള്ള ഒരു സദനത്തിന്റെ പണിയും പൂർത്തിയാക്കി മറ്റൊരു സമ്പന്നനായി കൃഷ്ണരാജ് മടങ്ങി വന്നിരിക്കുന്നു, തന്നെയും കൊണ്ടുപോകാൻ. കൃഷ്ണരാജ് നടത്തം മതിയാക്കി രാജിയുടെ തൊട്ടു മുന്നിൽ ചെന്ന് നിന്നു. ഇനി തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷെ ഒന്നുണ്ട്, മരണത്തിലേക്കായാലും ജീവിതത്തിലേക്കായാലും ഈ കൃഷ്ണയുമുണ്ട് തന്നോടൊപ്പം. മൗന നിമിഷത്തിനൊടുവിൽ കൃഷ്ണരാജിന്റെ ഇടതുകരം രാജിയുടെ ചുമലിലമർന്നു. ഉടനെ രാജിയുടെ നയനങ്ങളൊന്ന് പിടഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. കൃഷ്ണേ ഒരു പൊട്ടിക്കരച്ചിൽ കൃഷ്ണേ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ കൃഷ്ണരാജിന്റെ ചുമലിലേക്ക് വീണു. അവിടെ കിടന്നുകൊണ്ടവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. 8 വർഷമായി മിഴികളുടെ അഗാധതയ്ക്കുള്ളിൽ പെയ്തിറങ്ങിയ നീര് ഒരു മഴയായി കൃഷ്ണരാജിന്റെ ചുമലിലൂടെ ഒലിച്ചിറങ്ങി. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നോവലുമായി നാളെ കാണാം. നന്ദി.